ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഞാൻ പറയുന്നത് ശരിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഹമീഷ? ഓഡിബിൾ ആണല്ലേ? യെസ്. ഓക്കെ. സൗണ്ട് കുറവ് കൂടുതൽ അങ്ങനൊന്നും ഇല്ലല്ലോ? ഇല്ല, ഓക്കെ ആണ്. ഞാൻ എന്റെ സ്ക്രീനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ. റെക്കോർഡിംഗ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. റെക്കോർഡിംഗ് ഓഡിയോയും ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് ഒന്ന് എന്നോട് പറയോ? ജസ്റ്റ് നിങ്ങളുടെ പേരും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളൊരു ബിസിനസ് ഓണർ ആണോ അതോ ഒരു കരിയർ പ്രൊഫഷണൽ ആണോ? എന്താണ് എന്നുള്ളത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. Someone should start. Hamisha. സൈനസ് റെഡിയാ മാം? Okay. ഹായ്, എൻ്റെ പേര് അബ്ദുൽ സനാസ് എന്നാണ്. ഞാൻ ദുബായിൽ റിയൽ എസ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. Okay. Thank you, Sanas. വേറെ ആരെങ്കിലും? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് അസീന. എൻ്റെ പേര് അസീന. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. നമുക്ക് Okay. ഫാഷൻ ഡിസൈനിങ് കൂടി ഇവിടെ ഉണ്ട്. രണ്ട് Very സ്ഥാപനമാണ് nice. ഉള്ളത്. ഒന്ന് ഫോട്ടോഗ്രാഫിയുടെ നമ്മൾ ആഡ് ഷൂട്ടുകളും പ്രൊഫൈല് പിന്നെ ഇവന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാഷൻ ഡിസൈൻ നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ട്. Okay. Very nice. Very nice. നമ്മളിപ്പോ ഹലോ. ഒരു ഓക്കെ. ഹലോ. Yes. റംല. റംലയാണോ? അതെ അതെ അതെ. റംല, ഞാൻ ബിസിനസ് ആണ്. ഇതേപോലെ ഫാഷൻ ഡിസൈനിങ് ഹാൻഡിക്രാഫ്റ്റ് സ്കൂളാണ് 30 വർഷത്തോളായിട്ട്. പിന്നെ അത് കൂടാണ്ട് ഒരു ടേസ്റ്റ് ഓഡിറ്ററായിട്ടും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. എന്ത് ഓഡിറ്റർ ആയിട്ട്? ടേസ്റ്റിംഗ് ടേസ്റ്റിംഗ്. ഓ, എന്തിന്റെ ടേസ്റ്റിംഗ്? ഫുഡ് ഫുഡ് ടേസ്റ്റിംഗ്. ഓ, എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഫുഡ് ആണോ? അതെ, നമ്മുടെ പാരഗൺ ഹോട്ടലിലെ അവരെ ടേസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഞാൻ വൈൻ ടേസ്റ്റേഴ്സിനെ കാണാറുണ്ട്, ടീ ടേസ്റ്റേഴ്സിനെ കാണാറുണ്ട്. വെരി നൈസ്. ഓക്കെ. വേറെ ആരെങ്കിലും? ഷംസു. യെസ് മാം. ഷംസു, നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല പരിചയപ്പെട്ടിട്ടില്ല. ഓക്കെ. ഓക്കെ. ഷംസു എന്ത് ചെയ്യുന്നു? ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോഡറായിട്ട് വർക്ക് ചെയ്യുന്നു. മെഡിക്കൽ കോഡർ. കോഡർ. ഓക്കെ. ഓക്കെ. റൈറ്റ്. ഓക്കെ. താങ്ക് യു. ഞാൻ ഷംസു സ്ക്രീനിൽ കണ്ടതുകൊണ്ട് ഷംസു എന്ന് വിളിച്ചതാ കേട്ടോ. ഇറ്റ്സ് ഓക്കെ. ഓ, താങ്ക് യു. ഷഫീഖ്. Shafiq, Niyaz, I can see Mubina, Lami. Okay. Anyway, ഞാൻ ചോദിക്കാൻ കാര്യം ഷിഫിൽ, ഐ ക്യാൻ സി ഷിഫിൽ. ഞാനത് ചോദിക്കാൻ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ദ ന്യൂറോ സയൻസ് ഓഫ് ബിൽഡിംഗ് എ സക്സസ് ഫോക്കസ് മൈൻഡ് സെറ്റ്. അത് ഈ പ്രോഗ്രാം ശരിക്കും ഇൻഡിവിജ്വൽ ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാമാണ്. ഞാൻ ആദ്യം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ കാരണം, നിങ്ങളിൽ കൂടുതൽ ആൾക്കാരും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ
ഈ സെയിം പ്രോഗ്രാമിനെ ബിസിനസ് ഫോക്കസ്ഡ് കൂടെ ആക്കി മാറ്റാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കൂടുതൽ ആൾക്കാരും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ നമ്മളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഇമ്പാക്ട് ചെയ്യും? അല്ല, നിങ്ങൾ കൂടുതൽ ആൾക്കാരും കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരോ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളവരോ ഒക്കെ ആണെങ്കിൽ നമ്മളുടെ ലൈഫിനെ എങ്ങനെ ഈ മൈൻഡ് സെറ്റ് ഇമ്പാക്ട് ചെയ്യും? അപ്പോൾ ഇത് രണ്ടും നമുക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ ഇത് ബേസിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ. നമ്മളുടെ ബിസിനസ്സും നമ്മളുടെ പ്രൊഫഷനും എല്ലാം മാറ്റി വെച്ചിട്ട് ഹൂ ആമായി എന്നുള്ള ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വളരെ സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു കോഴ്സാണ്. ബട്ട് എനിവേ, ഇപ്പൊ ഞാൻ സംസാരിച്ചപ്പം അസീന ഒരു ബിസിനസ് ഓണറാണ്. അതേപോലെ നമ്മൾ ആദ്യം സംസാരിച്ച റംല ആയിരുന്നോ ബിസിനസ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്? യെസ്. അപ്പോ നമുക്ക് കുറച്ചൊക്കെ നമ്മളുടെ ബിസിനസ്സിലും ഇത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഈ സെഷൻ തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വേണമല്ലോ ഞാനിത് പറയാൻ. കാരണം ഇപ്പോൾ ഞാൻ ഒരുപാട് ടെക്നിക്കൽ ജാർഗൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വളരെ സ്പെസിഫിക് ആയിട്ട് ബ്രെയിൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഞാൻ ഈ സെഷൻ എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും ചില വാക്കുകളൊക്കെ അല്ലെങ്കിൽ ചില പേരുകൾ നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം. അപ്പൊ എങ്ങനെയാണ് എനിക്കിത് പറയാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ക്ലയന്റിന്റെ തന്നെ ഒരു സ്റ്റോറി പറയാം. സ്റ്റോറി അല്ല, അവരുടെ എൻ്റെ അടുത്ത് വന്ന ഒരു ക്ലയന്റ്, ആ ക്ലയന്റ് എങ്ങനെയാണ് അവരുടെ ലൈഫിനെ ഒന്ന് ട്രാൻസിഷൻ ചെയ്തത് എന്നുള്ള കാര്യം പറയാം എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് എൻ്റെ ക്ലയന്റിന്റെ പേര് എമ്മ എന്നാണ്. എമ്മ. നമുക്ക് എമ്മയുടെ കഥ തന്നെ പറയാം. എമ്മ ഒരു നിങ്ങളെപ്പോലെ തന്നെ ഒരു ബിസിനസ് ഓണറാണ്. മൾട്ടിപ്പിൾ ബിസിനസ്സസ്, അതായത് ഒരു കപ്പിൾ ഓഫ് ബിസിനസ്സസ്, 2 ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണ്. എമ്മ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, വളരെ ആസ്പയറിംഗ് ആണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എമ്മയുടെ ബിസിനസ്സിൽ ഏകദേശം 100+ പെർമനന്റ് എംപ്ലോയീസ് ഉണ്ട്. പിന്നെ അല്ലാതെ കുറെ കോൺട്രാക്ടേഴ്സും ടെമ്പററി ആയിട്ടുള്ള സ്റ്റാഫും ഒക്കെ ഉണ്ട്. എമ്മ സ്റ്റാർട്ടഡ് വിത്ത് 1 സ്റ്റാഫ്. അങ്ങനെയാണ് എമ്മ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് എന്തുന്നായിരിക്കും അല്ലെ പേഴ്സണൽ ഗ്രോത്ത്, അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും അവരുടെ മൈൻഡ് സെറ്റിനൊരു പ്രോബ്ലം എന്ന് നമ്മള് സ്വാഭാവികമായിട്ടും ചിന്തിച്ചേക്കാം. ഇതേ ചോദ്യം തന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. എമ്മ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ വിചാരിച്ചതും ഇത് തന്നെയാണ്. എമ്മ എന്റെ അടുത്ത് വന്നപ്പോഴും ഞാൻ വിചാരിച്ചതും ഇതേ കാര്യം തന്നെയാണ്. ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള 100 പേർക്ക് ശമ്പളം കൊടുക്കുന്ന, ഒരുപാട് കോൺട്രാക്ടേഴ്സിനെയും ടെമ്പററി സ്റ്റാഫിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓണർ, എന്താണ് അവരുടെ പ്രോബ്ലം എന്ന്. അപ്പൊ നമ്മൾ നമ്മളുടെ സക്സസ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മളുടെ സക്സസ്ഫുൾ അല്ലാത്ത തിങ്കിങ് എന്താണെന്ന് കൂടെ ഒന്ന് അറിയണം. അപ്പൊ ഞാൻ എമ്മയോട് സംസാരിച്ച് എമ്മയ്ക്കൊരു അസസ്മെന്റ് ഒക്കെ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് എമ്മയുടെ മൈൻഡ് സെറ്റിനോ അകത്ത് ഞാൻ സംസാരിച്ചു വന്നപ്പോ ഞാൻ കണ്ട ഒരു കാര്യം, എമ്മ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യും. എമ്മയെ മറ്റുള്ളവരുമായിട്ട് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഇങ്ങനെയല്ല, അവർക്കിതുണ്ട്, എനിക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കമ്പാരിസൺസ്. അതുപോലെ എമ്മയ്ക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ഭയങ്കര പേടിയാണ്. ഞാൻ തോറ്റു പോകുമോ, ഇത് ശരിയായില്ലെങ്കിലോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള വാലിഡേഷൻ സീക്കിങ്ങും അതുപോലെ ഫിയർ ഓഫ് ഫെയിലിയറും ഒക്കെ ഞാൻ എമ്മയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടു. അതായത് ഓരോ തവണ സംസാരിക്കുമ്പോഴും എമ്മ ബ്രോട്ടപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ 10 തവണ ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യും. അതുപോലെ പല കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ട് ഫിനിഷ് ചെയ്യില്ല. ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകുന്നതോ അല്ലെങ്കിൽ ഇത് ശരിയാകുമോ എന്നും ഈ പറഞ്ഞ പോലെയുള്ള ഒരു പേടിയോ ഒക്കെ ആയിരിക്കാം.
പലപ്പോഴും പല ഡിസിഷൻസും എടുക്കാൻ ഭയങ്കരമായിട്ട് താമസിക്കും. അതിന്റെ ഒരു കാരണം എമ്മ ഒരു പെർഫെക്ഷൻ സീക്കിംഗ് പേഴ്സൺ ആണ്. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പല ഡിസിഷൻസും ഒരുപാട് ഡിലേ ആവാറുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും ഇമോഷണലി റിയാക്ട് ചെയ്യുന്നതായിട്ടും കാണാം. അതായത് ഇപ്പോ ബിസിനസ്സിലെ പല സ്റ്റാഫും എമ്മയുടെ ബിസിനസ്സിൽ ഈ അട്രിഷൻ വളരെ കൂടുതലാണ്. അതായത് സ്റ്റാഫ് ഒരു 6 months അല്ലെ 1 year കഴിയുമ്പോൾ ഇട്ടിട്ട് പോകും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു കോൺസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് അതൊരു വലിയ എഫേർട്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ വളരെ റിയാക്റ്റീവായിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ വളരെ ഇമോഷണലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എമ്മ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പലപ്പോഴും എമ്മ സംസാരിക്കുമ്പോൾ ഈ സെൽഫ് വാലിഡേഷൻ, അതായത് എനിക്കിതൊന്നും പറ്റില്ല, എനിക്കിത് ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ അത് എനിക്ക് കൊള്ളില്ല, ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയാവുന്നില്ല, ഇങ്ങനെയുള്ള സെൽഫ് ടോക്സ് ഒക്കെ ഞാൻ ഇതില് കാണാറുണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം ഞാനത് കുറെ അസസ്മെന്റ്സ് ഒക്കെ ചെയ്ത് എമ്മയോട് സംസാരിച്ച് എമ്മയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിലേക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്തത്. ഞാൻ ഇത് പറയാൻ ഒരു കാരണം, പലപ്പോഴും സക്സസ് എന്ന് പറയുന്നത്, പലപ്പോഴും അല്ല എല്ലായ്പ്പോഴും സക്സസ് എന്ന് പറയുന്നത് വളരെ ഇന്റൻഷനലി ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിപ്പോ നമ്മളുടെ ബിസിനസ്സിലായാലും ലൈഫിലായാലും നമ്മൾ സക്സസ് ബിൽഡ് ചെയ്യുന്നത് എപ്പോഴും വളരെ ഇന്റൻഷനൽ ആണ്. നമുക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആകണം എന്നില്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ കരിയറിൽ നമ്മൾ ഒരു നല്ലൊരു ഗ്രോത്തിലേക്ക് എത്തണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഒരുപാട് പണം ഉള്ളത് കൊണ്ടും നമ്മൾ സക്സസ്ഫുൾ ആകണം എന്നില്ല. നമുക്ക് ഒരുപാട് റിസോഴ്സസ്, അതായത് നമ്മളുടെ ബിസിനസ്സിൽ നല്ല സ്റ്റാഫ് ഉണ്ട്, ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഉണ്ട്, ആവശ്യത്തിനുള്ള ടെക്നോളജി ഉണ്ട്, ആവശ്യത്തിനുള്ള ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് റിസോഴ്സസും ഉണ്ട്. അതുള്ളത് കൊണ്ടും നമ്മൾ സക്സസ്ഫുൾ ആകണം എന്ന് നിർബന്ധമില്ല. കാരണം സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഭാഗ്യം കൊണ്ട് സക്സസ്ഫുൾ ആകുന്നതോ ഒന്നുമല്ല. അത് വളരെ ഇന്റൻഷണൽ ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെ നമുക്കിപ്പോ നമ്മളിൽ പലർക്കും, ഞാൻ ഈ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ പലരും ഒരു പക്ഷെ കടന്നു പോയിട്ടുള്ള അവസ്ഥയായിരിക്കാം. ഞാൻ മൈസെൽഫ് ഇതില് പല കാര്യങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അത് തിരിച്ചറിഞ്ഞപ്പോൾ മുതലാണ് എനിക്ക് എങ്ങനെ ഒരു കാര്യം എന്റെ ലൈഫ്, എന്റെ ബിസിനസ് അതെങ്ങനെ സക്സസ്ഫുൾ ആക്കണം എന്ന് ഞാൻ ഇന്റൻഷനലി ബിൽഡ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു 15-16 വർഷം മുൻപ് ന്യൂസിലൻഡ് പോലൊരു സ്ഥലത്ത്, അതായത് ന്യൂസിലൻഡ് ഒന്നാമത് എത്രയോ ദൂരെയാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാനൊരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്തിയത് ഞാൻ ഇന്റൻഷനലി എന്നെ ബിൽഡ് ചെയ്തത് കൊണ്ടാണ്. അല്ലാതെ ഞാൻ കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇന്ത്യൻസിനെ അല്ലെങ്കിൽ ഒരുപാട് എത്നിസിറ്റീസിനെ നമുക്ക് എല്ലായിടത്തും കാണാം. എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർ സക്സസ്ഫുൾ ആകണമെന്നോ അവരുടെ ഏരിയയിൽ അവര് ടോപ്പ് ആകണമെന്നോ നിർബന്ധമില്ല. ഹാർഡ് വർക്ക് ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ ഹാർഡ് വർക്ക് മാത്രമല്ല സക്സസിന് വേണ്ടത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ സക്സസിന് വേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സക്സസിന് ആദ്യം വേണ്ട കാര്യം സെൽഫ് അവയർനെസ് ആണ്. അതായത് നമ്മളെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് സെൽഫ് അവയർനെസ്. നമ്മളെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഇഷ്ടങ്ങളോ നമ്മളുടെ അനിഷ്ടങ്ങളോ മാത്രമല്ല, നമ്മളെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് ചില കാര്യങ്ങള് ചില ടൈം ഓഫ് ദി ഡേ, നമ്മളിപ്പോ രാവിലെ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഉച്ച കഴിഞ്ഞ് ഭയങ്കര പ്രൊഡക്റ്റീവ് ആവുന്നുണ്ട്, രാത്രിയിൽ നല്ല പ്രൊഡക്റ്റീവ് ആകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഏറ്റവും നന്നായിട്ട് പ്രൊഡക്റ്റീവ് ആകുന്നത്? അത് ഏത് ടൈമാണ്? രണ്ടാമത്തെ കാര്യം, നമ്മളെ എന്തൊക്കെയാണ് ട്രിഗർ ചെയ്യുന്നത്? ചില കാര്യങ്ങൾ, ചില ആളുകൾ, ചില സിറ്റുവേഷൻസ്, ഇതൊക്കെ നമ്മളെ ട്രിഗർ ചെയ്യും.
നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ചില ആളുകളുടെ അടുത്ത് നിൽക്കുമ്പോൾ മതി നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അല്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നത് പോലെയോ നമ്മൾ ഭയങ്കര ഒരു എഫേർട്ട് ഇടുന്ന പോലെയോ ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒന്ന് മെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ ടെയിം ചെയ്തെടുക്കാന്ന് പറയില്ലേ, ഇപ്പൊ ഈ ആനയൊക്കെ നമ്മളെ ടെയിം ചെയ്തെടുക്കും. അതായത് അതിനെ ഒന്ന് ചട്ടമൊക്കെ പഠിപ്പിച്ച് അതിനെ നമ്മൾ പറയുന്ന രീതിയിലേക്ക് അതിനെ നമ്മൾ കൊണ്ടുവരും. അതേപോലെ തന്നെയാണ് നമ്മളും. ഇപ്പൊ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇനി ബിസിനസ്സിൽ നിങ്ങൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഈ സെൽഫ് അവയർനെസ്സിന് ബിസിനസ്സിൽ എന്താണ് ഇമ്പോർട്ടൻസ്, ബിസിനസ്സിൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഏറ്റവും പീക്കിലിരിക്കുന്ന ടൈം ഏതാണെന്ന് മനസ്സിലാക്കിയാൽ ആ സമയത്ത് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഇത് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മളുടെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ മൊണോട്ടണസ് ആണ്, റിപ്പീറ്റഡ് ആണ്. അത് നമുക്ക് പ്രത്യേകിച്ച് വലിയ റിസൾട്ട് ഒന്നും തരില്ല. പക്ഷെ അതൊരു എന്താ പറയാ എസെൻഷ്യൽ ഒരു കാര്യമാണ്. പക്ഷെ അതിന് പകരം നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്, നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ, ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ചെയ്യുന്നതിന് പകരം ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്താൽ, ഇപ്പൊ നിങ്ങളുടെ പലരും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഏത് ടൈം ഓഫ് ദ ഡേ ആണ് നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ എപ്പോഴാണ് ക്രിയേറ്റീവ് ആകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ആ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു കാര്യം, നമ്മൾ എവിടെയാണ് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി, നമ്മളുടെ എഫിഷ്യൻസി, ക്രിയേറ്റിവിറ്റി ഒക്കെ എപ്പോഴാണ് ഏറ്റവും ഹൈ ആയിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇൻഫാക്ട് ഞാൻ വോൾവോ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് കഴിഞ്ഞ വർഷം ഡിസൈൻ ചെയ്തിരുന്നു. അത് നമ്മൾ വോൾവോയുടെ ഒരു പ്രിഫേർഡ് ട്രെയിനർ ആണ്. അപ്പോൾ അവരുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് എമേർജിംഗ് ലീഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു സെഷൻ അന്ന് ഡിസൈൻ ചെയ്തതാണ് നോ യുവർ ന്യൂറോ ഡിസൈൻ എന്ന് പറയുന്ന ഒരു സെഷൻ. അതിനകത്ത് നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഐഡന്റിഫിക്കേഷൻ അല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ കുറേ ക്വസ്റ്റ്യൻസിലൂടെ, കുറേ അസസ്മെന്റിലൂടെ ശരിക്കും ഹൂ ആം ഐ എന്നുള്ളൊരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പൊ വോൾവോ എവറി 3 months ഇങ്ങനെ അവരുടെ പുതിയ ലീഡേഴ്സിന് വേണ്ടിയിട്ടും സീനിയർ ലീഡേഴ്സിന് വേണ്ടിയിട്ടും ഒക്കെ ഒരു റിഫ്രഷർ സെഷൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ചിലപ്പോൾ പോയി എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനിൽ ചെയ്യാറുണ്ട്. എനിവേ, അപ്പോ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ തന്നെ ഒന്ന് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ഇത് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ള ഒരു ഹോംവർക്ക് ആണ്. ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ചെക്ക് ലിസ്റ്റിൽ എവിടെയാണ് എനിക്ക് ഏറ്റവും ക്രിയേറ്റീവായിട്ടും ഏറ്റവും എഫക്റ്റീവായിട്ടും വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് എഴുതുക. എന്നിട്ട് നമ്മളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അടുത്ത ഒരാഴ്ച ഏതൊക്കെ ടൈമിലാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ചില തിങ്കിങ് പാറ്റേൺ ആയിരിക്കാം, ചിലപ്പോൾ ചില ആളുകളായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതെന്താണ് എന്നൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്ത് കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഡ്രെയിൻ ചെയ്യുന്നത്? അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും, നമ്മൾ ഫോഴ്സ്ഡ് ആണ് അത് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, എഴുതി വെക്കുക. കാരണം ആ ചെക്ക് ലിസ്റ്റ് നമ്മളെ പിന്നെ വരുന്ന ആഴ്ചകളിൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ അത്രയുമേ പറയുന്നുള്ളൂ സെൽഫ് അവയർനെസ്സിനെ പറ്റി. എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പം നെക്സ്റ്റ് സെഷനിൽ പറയാം. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് സെൽഫ് ടോക്ക്. സെൽഫ് അവയർനെസ്സിൽ ഈ സെൽഫ് ടോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്ന് ന്യൂറോ സയൻസ് ബേസ്ഡ് ആയതുകൊണ്ട് നമ്മളുടെ ബ്രെയിനിനെ പറ്റി കുറച്ചൊക്കെ ഒന്ന് അറിയണം. നമ്മളുടെ ബ്രെയിൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, എന്താണ് ശരിക്കും നമ്മളുടെ ബ്രെയിനിന്റെ ഒരു ഫങ്ഷൻ. ബ്രെയിനിന്റെ ഫങ്ഷൻ നമ്മളെ സക്സസ്ഫുൾ ആക്കുക എന്നുള്ളതല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ബ്രെയിൻ അല്ലേ, നമ്മളുടെ ബ്രെയിനിന്റെ ഫങ്ഷൻ നമ്മളെ സക്സസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് എന്ന്.
ബ്രെയിനിന്റെ ഫങ്ഷൻ നമ്മളെ സേഫ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അതായത് കീപ്പിംഗ് യു സേഫ്. ബ്രെയിനിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മളുടെ ഹാർട്ട്, നമ്മളുടെ കിഡ്നി, ഇങ്ങനെ ഇൻറ്റസ്റ്റൈൻ, ഇങ്ങനെ എല്ലാവരെയും വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പൊ ബ്രെയിൻ ചെയ്യുന്നത് ശരിക്കും നമ്മളെ സേഫ് ആയിട്ട് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബ്രെയിനിന്റെ ഫങ്ഷൻ അല്ല നമ്മൾ സക്സസ്ഫുൾ ആവുക എന്നുള്ളത്. അത് നമ്മളുടെ ആഗ്രഹമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മളുടെ ബ്രെയിനിനെ നമ്മൾ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും? ബ്രെയിൻ ട്രെയിനബിൾ ആണ്. ഏറ്റവും നന്നായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗൻ ആണ് ബ്രെയിൻ. നമ്മൾ പലപ്പോഴും ഈ സെൽഫ് ടോക്ക്, ഇനി ഈ സെൽഫ് ടോക്കിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് പലപ്പോഴും നമ്മൾ പറയാറില്ലേ, എൻ്റെ ഉള്ളിലിരുന്ന് ഒരാൾ പറഞ്ഞു, എൻ്റെ ഇൻറ്റ്യൂഷൻ എന്നോട് പറഞ്ഞു അത് ചെയ്യണ്ട, എന്നിട്ട് ഞാൻ അത് ചെയ്തു. അല്ലെങ്കിൽ ചില ആളുകൾ അതിനെ സിക്സ് സെൻസ് എന്ന് വിളിക്കുക. എനിക്കൊരു സിക്സ് സെൻസ് ഉണ്ട്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്യും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ പറയും ഗോഡ്സ് വോയിസ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം, ഒരു വെളിപാട് പോലെ എനിക്ക് വന്നു, അത് വെച്ചാണ് ഞാൻ അതിനെ പിന്തുടർന്നാണ് പല കാര്യങ്ങളും ചെയ്തത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ന്യൂറോ സയൻസിൽ അല്ലെങ്കിൽ സയന്റിഫിക്കലി ഇതെല്ലാം ചെയ്യുന്ന ആള് നമ്മളുടെ ബ്രെയിൻ ആണ്. നമ്മളുടെ ബ്രെയിനില് ഒരു പാർട്ടുണ്ട്, അതായത് നമ്മളുടെ ഈ ടുവേർഡ്സ് ദ ഫേസിലേക്ക് വരുന്ന ആ ഭാഗം, നമ്മളുടെ ഈ ഫ്രണ്ട് ഭാഗത്തിനാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. അതിന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ചെറിയ ഒരു ഏരിയ ഉണ്ട്, അതിന്റെ പേരാണ് ആർട്ടിക്കുലേറ്ററി കൺട്രോൾ. ഞാനിത് നേരത്തെ 1-2 സെഷൻസിൽ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആർട്ടിക്കുലേറ്ററി കൺട്രോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ആർട്ടിക്കുലേറ്ററി കൺട്രോളിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഇൻഫർമേഷനെ പ്രോസസ് ചെയ്യുക, നമ്മളെ പറയാൻ സഹായിക്കുക, കേൾക്കാൻ സഹായിക്കുക, വേർഡ്സ് ഫ്രെയിം ചെയ്യുക, ആ വേർഡ്സിനെ പുറത്തേക്ക് നമ്മുടെ മോട്ടോർ സിസ്റ്റം, അതായത് നമ്മളുടെ ചെവി, നാക്ക്, വായ്, അങ്ങനെയുള്ള കണ്ണ്, ഇതെല്ലാം പ്രവർത്തിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് ആർട്ടിക്കുലേറ്ററി കൺട്രോളിന്റെ പ്രൈമറി ഫങ്ഷൻ. ആർട്ടിക്കുലേറ്ററി കൺട്രോൾ നമ്മളോട് ചെയ്യുന്നത്, നമ്മളിപ്പോ സ്ഥിരമായിട്ട് പല കാര്യങ്ങളും ചെയ്ത് ഒരു എന്താ പറയാ അത്ര ശരിയാവാത്ത ഒരാളാണ് എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തില് നമ്മൾ ഒരുപാട് വഴക്കൊക്കെ കേട്ടിട്ടുണ്ട് അച്ഛന്റെ അമ്മയുടെ അടുത്തുനിന്ന്, സ്കൂളിൽ നിന്ന് നമ്മൾ കണക്ക് പഠിക്കാത്തത് കൊണ്ട് നമ്മളെ മണ്ടൻ എന്ന് വിളിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ വാലിഡേഷൻസ് കേട്ട് വളർന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ ആർട്ടിക്കുലേറ്ററി കൺട്രോൾ പലപ്പോഴും നമ്മളോട് പറയുന്നത് ഒരു കാര്യം ചെയ്യാൻ പാടില്ല, അത് ചെയ്യരുത്, അത് ഡേഞ്ചറസ് ആണ് എന്നായിരിക്കും. കാരണം നമ്മൾ പെർസീവ് ചെയ്തിരിക്കുന്നത് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഈ ഇന്നർ വോയിസ് നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നോ അതനുസരിച്ച് പലപ്പോഴും നമ്മളുടെ ഡിസിഷൻസിൽ ഡിലേ ഉണ്ടാകാം, നമ്മളുടെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം, നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാകാം. ഇതെങ്ങനെ നമ്മളുടെ ബിസിനസ്സിലും അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫഷനിലും വർക്ക് ചെയ്യുക? നമ്മൾ പലപ്പോഴും നമ്മളുടെ സ്റ്റാഫിനോട് സംസാരിക്കുന്ന രീതി നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഡിസിഷൻസ് എടുക്കുന്ന രീതി ചിലപ്പോൾ നമ്മൾ ഡിലേഡ് ഡിസിഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കറിയാം അത് ചെയ്താൽ നമ്മൾ നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യും, പക്ഷെ എന്നാലും നമുക്കൊരു പേടിയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡിസിഷനെ നമ്മൾ പുറകോട്ട് വലിക്കും. ഇപ്പൊ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നില്ല. അപ്പൊ ഈ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇപ്പൊ നമ്മൾ ആർട്ടിക്കുലേറ്ററി കൺട്രോൾ എന്താണെന്ന് പഠിച്ചു, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മളുടെ ബ്രെയിനില് നിങ്ങൾ എല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും അമിഗ്ഡല, അല്ലെങ്കിൽ നമ്മളുടെ ഫിയർ സെന്റർ. നമ്മളുടെ കൾച്ചറലിയും നമ്മളുടെ അപ്ബ്രിങ്ങിങ്ങിലും ഒക്കെ നമ്മൾ കേട്ട് കണ്ട് വളർന്ന പല കാര്യങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, നമ്മളെ ട്രിഗർ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും നമുക്ക് അൺഫേവറബിൾ ആണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, ചില സിറ്റുവേഷൻസ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ അമിഗ്ഡലയെ അത് ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ചെയ്യും. കാരണം അത് എപ്പോഴും ഒരു ത്രെറ്റ് സീക്കിംഗ്, എന്താണ് നെക്സ്റ്റ് ഇഷ്യൂ എന്നാണ് അമിഗ്ഡല നോക്കുക, അല്ലാതെ എവിടെയാണ് എനിക്ക് സേഫ്റ്റി എന്നല്ല. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്താല്
നമ്മുടെ ആർട്ടിക്കുലേറ്ററി കൺട്രോൾ എപ്പോഴും നമ്മളോട് അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് വിചാരിച്ചു. നമ്മൾ ചെയ്യുന്നത് ഇത് ശരിയാവില്ല, അങ്ങനെ ഒരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഈ ഡിസിഷൻ എടുക്കണ്ട, ഇങ്ങനെയാണ് ആർട്ടിക്കുലേറ്ററി കൺട്രോൾ നമ്മളോട് പറയുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അമിഗ്ഡല വളരെ ആക്ടിവേറ്റഡ് ആയിരിക്കും. അമിഗ്ഡല എപ്പോഴും നോക്കുക ആ ഒരു ത്രെറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് ഡേഞ്ചർ എന്നാണ്, എവിടെയാണ് എനിക്ക് ഫേവർ, എനിക്ക് എവിടെയാണ് സേഫ്, എനിക്ക് എന്താണ് ബെറ്റർ എന്നല്ല നോക്കുക, എവിടെയാണ് എനിക്ക് പ്രോബ്ലം എന്നാണ് അമിഗ്ഡല നോക്കുക. ഇതിനെ ഈ അമിഗ്ഡലയെ നമ്മൾ കാം ഡൗൺ ചെയ്യണമെങ്കിൽ നമ്മളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് ഈ ഏരിയ നമ്മളുടെ എക്സിക്യൂട്ടീവ് സിസ്റ്റം എന്ന് പറയും, അവിടെയാണ് നമ്മളുടെ വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്, ലോജിക്കൽ തിങ്കിങ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് എനിക്ക് വേണ്ടത്, എങ്ങനെയാണ് എനിക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന ലോജിക്കൽ ബ്രെയിൻ അമിഗ്ഡലയേക്കാൾ മുകളിൽ, അതായത് അതിനേക്കാൾ നന്നായി ആക്ടിവേറ്റ് ആയാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ കാണുമ്പോൾ അതിൽ ട്രാൻസ്മിറ്റേഴ്സ് ഇല്ലേ, അതേപോലെ തന്നെയാണ് നമ്മളുടെ ബ്രെയിനിൽ ഒരു ട്രാൻസ്മിറ്റർ. അതിന്റെ പേരാണ് ഗാബ എന്ന് പറയും. ഗാബ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. അതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഗാബ ഒരു ബ്രേക്ക് പോലെയാണ്. ഒരു ബ്രേക്ക് പെഡൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നമ്മളുടെ ബ്രേക്ക് പെഡൽ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാഫിക് ലൈറ്റ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയാണ് ഗാബ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളെ ഒന്ന് എന്താ പറയാ, നമ്മളെ ഒന്ന് കാം ഡൗൺ ചെയ്യും, നമുക്ക് ആവശ്യത്തിനുള്ള കാംനെസ് തരും, നമുക്ക് ആവശ്യത്തിനുള്ള സേഫ്റ്റി ഫീൽ ചെയ്യിപ്പിക്കും. ഗാബ എത്ര ആക്ടിവേറ്റഡ് ആണോ, അല്ലെ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രയും നമ്മൾ ഒരു കാം സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഇനി ഇത് മൂന്നും കൂടെ നമ്മളൊന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്, അതായത് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെ ട്രിഗർ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ട്രിഗർ ചെയ്യുന്ന കാര്യത്തിനെ കൂടുതൽ പെർസീവ് ചെയ്യുമോ, അതോ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യത്തിനെ പെർസീവ് ചെയ്യുമോ? നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മള് മെസ്സേജിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെങ്കിൽ, സോറി, നിങ്ങൾക്ക് മെസ്സേജിലും ആൻസർ ചെയ്യാം കേട്ടോ, സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ. എനിവേ, നമ്മൾ എപ്പോഴും പെർസീവ് ചെയ്യുക നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യത്തെ ആയിരിക്കും, അല്ലെ? അപ്പൊ നമ്മളുടെ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മളുടെ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇനി നമ്മളുടെ സെൽഫ് ടോക്ക് എല്ലാം ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് പറയുന്നതല്ല ശരിക്കും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള, എംപവറിംഗ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്. അതിലെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ ഒരു വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സെൽഫ് ടോക്ക് ഒരു പക്ഷേ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുക, എന്റെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല, ഇതെനിക്ക് വലിയൊരു ചാലഞ്ച് ആണ്, എന്റെ ജീവിതം ചിലപ്പോൾ ഇല്ലാതാകും, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക ഓട്ടോമാറ്റിക്കലി, ബിക്കോസ് നമ്മൾ ഒരു ത്രെട്ട് മോഡിലായതുകൊണ്ട്. ഇവിടെ നമ്മളുടെ സെൽഫ് ടോക്കിനെ നമ്മൾ ഇംപ്രവൈസ് ചെയ്യേണ്ടത്, എനിക്കൊരു പ്രോബ്ലം ഉണ്ട് എന്ന് എനിക്കറിയാം, ആ പ്രോബ്ലത്തിനെ ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം നിങ്ങൾ നിങ്ങളുടെ ടോക്കിനെ മാറ്റിയാൽ മതി. അതായത് നമ്മൾ അതിന് പോസിറ്റീവ് ഔട്ട്കം ആണോ നെഗറ്റീവ് ഔട്ട്കം ആണോ എന്നൊന്നും നമ്മൾ പറയണ്ട, ഞാൻ അതിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അതിന്റെ ഒരു ഗുണം, എവ്രി ടൈം നമ്മൾ നമ്മളോട് ഇത് ദർ ഈസ് എ പ്രോബ്ലം ബട്ട് ഐ എം ഡീലിംഗ് വിത്ത് ഇറ്റ് എന്ന് പറയും തോറും നമ്മളുടെ ഗാബ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ നെർവസ് സിസ്റ്റം കാം ഡൗൺ ചെയ്യും, നമ്മളുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, അതായത് നമ്മളുടെ നിയോ കോർട്ടെക്സ് അല്ലെങ്കിൽ ഈ ഏരിയ കൂടുതൽ ആക്ടിവേറ്റഡ് ആകും. നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, അതിലുപരി നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് പലപ്പോഴും പല പ്രശ്നങ്ങളും ബിസിനസ്സിലൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി പോകും അല്ലെ. അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറേ അധികം എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ സെൽഫ് ടോക്ക് ഈ രീതിയിൽ നമ്മൾ നമ്മളുടെ സെൽഫ് ടോക്കിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നമ്മളുടെ അമിഗ്ഡല അല്ലെങ്കിൽ നമ്മളുടെ റെപ്റ്റിലിയൻ ബ്രെയിൻ എന്ന് പറയും അതിന്. ആ ബ്രെയിൻ ആക്ടിവേറ്റ് ആയിരിക്കുമ്പോൾ അത് നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, അതിനാണ് നമ്മൾ സർവൈവൽ മോഡ് എന്ന് പറയുന്നത്. നമ്മളോട് പറയുന്നത് ഐ നീഡ് ടു സർവൈവ് അല്ലെങ്കിൽ ഐ എം ഇൻ എ സർവൈവൽ മോഡ് എന്നാണ് അത് നമ്മളോട് പറയുക. ഐ നീഡ് ടു സർവൈവ്. പക്ഷേ നമ്മളുടെ മമേലിയൻ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻ സെന്ററിനെ നമ്മൾ കാം ഡൗൺ ചെയ്ത് തുടങ്ങുമ്പോൾ അത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഹൗ ഡു ഐ ഫീൽ എന്നാണ്. ആം ഐ സേഫ് ഹിയർ? am I respected? Is my values respected? Am I connected with my values or am I aligned with my goals എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളോട് ചോദിക്കുക. അവിടെ നിന്ന് നമ്മളുടെ ഈ നിയോ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നതിലുപരി വാട്ട് ഈസ് ദ ബെസ്റ്റ് ഡിസിഷൻ എന്ന് ചോദിക്കാൻ തുടങ്ങും. എന്താണ് ബെസ്റ്റ് ഡിസിഷൻ? ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മള് നോ യുവർ ന്യൂറോ ഡിസൈനിൽ നമ്മൾ ലെറ്റ് ഗോ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. ചില ടൈമിൽ നമുക്ക് ചില ഡിസിഷൻസ്, ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും നമ്മളുടെ ഏറ്റവും നല്ല ഡിസിഷൻ. അത് വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ അങ്ങനെ ഒരു സെഷൻ ചെയ്യാം. ബട്ട് നമ്മളുടെ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഇതാണ്. അത് നന്നായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ലൈഫിൽ കുറേയൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ നോ പറയാനും കൂടെ പഠിക്കണം. നോ പറയാനും യെസ് പറയാനും. നമ്മൾ എപ്പോഴും നോ പറയുന്ന കാര്യം പറയുമ്പോൾ മറ്റുള്ളവരോട് നോ പറയുന്ന കാര്യമാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുക അല്ലെ. ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതും ബാക്കിയുള്ള ആളുകളോട് നമുക്ക് എങ്ങനെ നോ പറയാം എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് നമ്മളോട് നമുക്ക് എങ്ങനെ കുറെ കാര്യങ്ങളിൽ നോ പറയാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്കൊരു അവയർനെസ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഇമോഷണലി റിയാക്ട് ചെയ്യുന്ന ഒരാളാണോ എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മളെ ഒന്ന് ഡിലേ ചെയ്യാൻ പറ്റും. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്, ഭയങ്കര ഇമോഷണലി റെസ്പോണ്ട് ചെയ്യുന്നതിന് മുൻപ് അതിനോട് നമുക്കൊന്ന് ഒരു നോ പറയാൻ പറ്റുക, അതിനെ ഒന്ന് ഡിലേ ചെയ്യാൻ പറ്റുക. നമ്മള് വീണ്ടും വീണ്ടും ടാസ്കുകൾ നമ്മളുടെ ടാസ്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാതിരിക്കുക. നമുക്കൊരു ദിവസം ഇപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ ഏത് ടൈമിലാണ് ഏറ്റവും പ്രൊഡക്റ്റീവ്, എത്ര ടൈമാണ് നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുക. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഒരു ടാസ്കിനെ ആഡ് ചെയ്യുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. കാരണം അത് നമ്മളെ ഓവർവേംഡ് ആക്കും, സ്ട്രെസ്ഡ് ആക്കും, നമ്മളെ ബ്രേക്ക് ഡൗൺ ചെയ്യും. വേണമെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു മൈൻഡ്ഫുൾനെസ് അവിടെ പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കാൻ നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാം നമുക്ക് വേണ്ടിയിട്ട്. ഈ ഓവർലോഡ് ഓഫ് ഇൻഫർമേഷനും നമ്മളെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അവിടെയാണ് നമ്മളുടെ ഡിജിറ്റൽ കൺട്രോൾ അല്ലെങ്കിൽ സ്ക്രീൻ ലിമിറ്റ് ഒക്കെ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മളോട് യെസ് പറയാൻ പറ്റും? നമ്മൾ എപ്പോഴും ഇങ്ങനെ നമുക്ക് പലർക്കും ഉള്ളൊരു ചിന്തയാണ് നമ്മൾ ബിസി ആയിട്ടിരിക്കണം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനോ ഒക്കെ മുന്നോട്ട് വളരൂ. അങ്ങനെയല്ല. നമ്മൾ എത്ര ബിസി ആയിരിക്കുന്നോ അത്രയും തന്നെ റെസ്റ്റിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു മോർണിംഗ് ഒക്കെ ഒന്ന് രാവിലെ താമസിച്ച് എഴുന്നേക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കൾച്ചറലി ഞാൻ വളരെ ജനറിക് ആയിട്ട് പറയാണ്, കൾച്ചറലി നമ്മുടെ നാട്ടില് സ്ത്രീകൾ അധിക സമയം ഉറങ്ങുന്നതൊക്കെ ഒരു പ്രശ്നമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഒരു സൺഡേ ഒരു അല്പസമയം കൂടുതൽ, 1 മണിക്കൂറോ 2 മണിക്കൂറോ കൂടുതൽ ഉറങ്ങുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അത് നമ്മളുടെ നെക്സ്റ്റ് ഡേയുടെ പ്രൊഡക്ടിവിറ്റിയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി നമ്മളുടെ നെക്സ്റ്റ് ഡേ തുടങ്ങുന്നത് ഇന്നാണ്.
നമുക്ക് പിന്നൊരിക്കലും ന്യൂറോ സയൻസിന്റെ ഒരു ടോപ്പിക്കിൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. പക്ഷെ ഒരു സ്ലോവർ മോർണിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി സഹായം ചോദിക്കുന്നത്, നമ്മൾ തന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് പകരം നമുക്കത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നമ്മളുടെ ഫാമിലിയിലോ നമ്മളുടെ ബിസിനസ്സിലോ പ്രൊഫഷനിലോ ഒക്കെ ചില കാര്യങ്ങൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യണം. അതിന് നമ്മൾ യെസ് പറയണം. അതിന് നമ്മളന്ന് അനുവദിക്കണം. നമ്മൾ സഹായം ചോദിക്കുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. സഹായം ചോദിക്കുന്ന ആൾക്കാര് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കാരണം അവർക്ക് ഫെയിലിയറോ ഷെയിമിനോ ഒക്കെ ഉപരി കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, സക്സസ്ഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അത് ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ചു സമയം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പൊ ചില ആൾക്കാർക്ക് പെയിന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഞാൻ എമ്മയോട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, എമ്മ നല്ലൊരു പെയിന്ററാണ്. പക്ഷെ എമ്മ 2 വർഷമായിട്ട് പെയിന്റിങ് ചെയ്യാറേ ഇല്ല. ബിക്കോസ് എമ്മ പറയുന്നത്, അല്ലെങ്കിൽ എമ്മ വിചാരിക്കുന്നത്, എമ്മയ്ക്ക് പെയിന്റ് ചെയ്യാൻ സമയം കിട്ടുന്നേ ഇല്ല. കാരണം എമ്മയുടെ ബിസിനസ്സിലെ ഒരുപാട് കാര്യങ്ങൾ എമ്മ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോ എമ്മ തന്നെയാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? സമയം നമുക്ക് തീരെ ഇല്ലാതാകും. നമുക്കൊന്ന് അൺവൈൻഡ് ചെയ്യാൻ, നമുക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, നമ്മൾ ബിസി ആയിരിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മളെ ഒരുപാട് പേഴ്സണലി നമ്മളെ ഒരുപാട് റിഫ്രഷ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ മൈൻഡ് ഫ്രീ ആവുന്നതും റിലാക്സ്ഡ് ആവുന്നതും കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനും ക്രിയേറ്റീവായിട്ട് ഒരു ഒബ്ജക്റ്റ് ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുക. ഓക്കെ, ഇനി മൈ നെക്സ്റ്റ് നമ്മളെ ലൈഫില് ഈ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അവര് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്ന് പറയും. അവർ വിചാരിക്കുന്ന ഒരു കാര്യം അവർക്ക് അങ്ങനെ തന്നെ കിട്ടണം, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കണം കാര്യങ്ങൾ നടക്കേണ്ടത്, അത്രയും സ്ട്രിക്റ്റ് ആണ് എന്ന് പറയുന്നത് കേൾക്കാം. പല സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര ഭയങ്കര കടുകട്ടി, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അത് തന്നെ ആയിരിക്കണം നമ്മള് ലൈഫില് നമുക്ക് മുന്നോട്ട് വരണമെങ്കിൽ നമുക്കും ഇതേപോലുള്ള ചില നോൺ നെഗോഷ്യബിൾസ് ഉണ്ടായിരിക്കണം ലൈഫിൽ. ചില കാര്യങ്ങൾ നോൺ നെഗോഷ്യബിൾ ആയിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളും ഭയങ്കരമായ ഉയരങ്ങളിലൊന്നും എത്താറില്ല. അതിന്റെ അർത്ഥം നമ്മള് മറ്റുള്ള ആൾക്കാർക്ക് നമ്മള് ഒരു ടൈം കൊടുക്കാനേ പാടില്ല, അല്ലെങ്കിൽ അവരെ റെസ്ട്രിക്ട് ചെയ്യണം എന്നല്ല. പക്ഷെ നമുക്ക് ഒരു നോൺ നെഗോഷ്യബിൾ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 5 കാര്യങ്ങളെങ്കിലും നോൺ നെഗോഷ്യബിൾ ആയിരിക്കണം നമ്മളുടെ ലൈഫിൽ. അത് ഈ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആകാം. ഇനി ഈ നോൺ നെഗോഷ്യബിൾ നമ്മളുടെ ബിസിനസ്സിൽ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിയോ? ഞാൻ കേട്ട ഒരു കാര്യം, ഒന്നല്ല പല ബിസിനസ്സുകാരും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഇന്നയാളിനെ ഞാൻ ഭയങ്കര എൻ്റെ ബ്രദറിനെ പോലെ, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിനെ പോലെ, എൻ്റെ അച്ഛനെ പോലെയൊക്കെയാണ് വിചാരിച്ചത്. എന്നിട്ട് ഇവര് പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനങ്ങ് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയി, അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര അഫക്റ്റഡ് ആയി. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവരെന്നെ ചീറ്റ് ചെയ്തു. ഇത് നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ ഈ നോൺ നെഗോഷ്യബിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം സെൽഫ് അവെയർനെസ്. നമ്മൾ ഇമോഷണലി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണോ? ഇമോഷണലി ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഇമോഷണൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര അപകടം പിടിച്ച ഒരു സംഗതിയാണ് പല രീതിയിൽ. അപ്പോ നമ്മൾ ഇങ്ങനെ ഇമോഷണലി റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പലരെയും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സഹായിക്കും. നമ്മളുടെ പല കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മൾ സഹായിക്കും. പക്ഷെ പിന്നീട് അത് നമുക്ക് വല്ലാത്ത ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അത് നമുക്ക് തരിക. അപ്പൊ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ 5 നോൺ നെഗോഷ്യബിൾസിൽ ഒന്നായിരിക്കണം ഡെഫിനറ്റ്ലി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ. രണ്ടാമത്തെ കാര്യം, ലേണിംഗ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. നമ്മളുടെ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കണ്ട.
നമുക്ക് എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യണം എന്നില്ല, നമ്മൾ എല്ലാ ഇൻഫർമേഷനും നമ്മൾ ഗ്രാബ് ചെയ്യണം എന്നില്ല. പക്ഷെ നമ്മളുടെ ഏരിയയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എവിടെയാണ് പുതിയ പുതിയ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ടെക്നോളജി, ഗവൺമെന്റ് റെഗുലേഷൻസ്, അതൊക്കെ എവിടെയാണ് വരുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ സനസിന്റെ എക്സാമ്പിൾ ഒന്ന് യൂസ് ചെയ്യാണ്. സനസ് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്, ദുബായിലാണ്. അപ്പൊ സനസിന് ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഇപ്പോ അവിടുത്തെ ബജറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ചേഞ്ചസ്, റെഗുലേറ്ററി ചേഞ്ചസ്, അവിടുത്തെ എക്കണോമി ചേഞ്ചസ്, അവിടുത്തെ ടൂറിസത്തിലുള്ള ചേഞ്ചസ്, ഇതൊക്കെ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റിനെ അഫക്ട് ചെയ്യുന്നത് എന്ന് സനസ് അറിഞ്ഞിരിക്കണം. ആ കാര്യം സയൻസ് എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. ഇപ്പൊ മെഡിക്കൽ സയൻസിൽ എന്ത് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റ് ആണ് ഉണ്ടാകുന്നത് എന്ന് സയൻസ് അറിയണം എന്ന് നിർബന്ധമില്ല. അതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോ ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റില് എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ 5 നോൺ നെഗോഷ്യബിൾസ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളായാലും നിങ്ങൾ ഒരു കരിയർ പ്രൊഫഷണൽ ആണെങ്കിലും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതൊരു നോൺ നെഗോഷ്യബിൾ ആണ്. കാരണം ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ സക്സസുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് സക്സസ്. ഇപ്പൊ നമ്മൾ ഇമോഷണലി ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പ്രഷർ ഉണ്ടെങ്കിൽ, അതായത് വേറൊരാൾ ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ ഒരു കാര്യം വന്നു, അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് മണി സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത സമയത്ത് ഇപ്പോ ഇലക്ഷൻ വന്ന സമയത്ത് എന്റെ 1-2 ബിസിനസ് ഫ്രണ്ട്സ് പറഞ്ഞ കാര്യമാണ്. അവരുടെ പല ഫ്രണ്ട്സും ഇലക്ഷന് നിന്നിരുന്നു. അപ്പോ ഈ പാർട്ടിക്ക് ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യുക, സ്പോൺസർ ചെയ്യുക, ഇത് ഭയങ്കരമായ ഒരു പ്രഷറായിരുന്നു അവരുടെ മേലില്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം, ഇന്ന് നമ്മൾ 1000 രൂപ ചെലവാക്കിയാൽ അടുത്ത മാസം ആ 1000 രൂപയുടെ കുറവ് നമ്മളുടെ ബിസിനസ്സിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും? നമ്മളുടെ ലൈഫിൽ നമുക്കൊരു ബജറ്റ് ഉണ്ട്, നമ്മൾ 1000 രൂപ എക്സ്ട്രാ ചെലവാക്കിയാൽ അടുത്ത മാസം നമ്മളുടെ ലൈഫിൽ അതെങ്ങനെ ബാധിക്കും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹമീഷയ്ക്ക് ഒരു സ്കൂട്ടറിന്റെ EMI ഉണ്ട്. ഹമീഷ ഈ മാസം ഒരു 2000 രൂപ കൂടുതൽ ചെലവാക്കിയാൽ ഹമീഷ അതായത് ആ എസെൻഷ്യൽ അല്ല ഞാൻ പറയുന്നത്, നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ലൈഫ് സ്റ്റൈൽ പ്രഷർ കാരണമോ അല്ലെങ്കിൽ ഇമോഷണൽ സ്പെൻഡിങ് കാരണമോ ഒക്കെ ചെലവാക്കി കഴിഞ്ഞാൽ ഹമീഷ ചിന്തിക്കേണ്ടത് നെക്സ്റ്റ് മന്ത് എന്റെ ക്യാഷ് ഫ്ലോയെ ഇതെങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോ നമ്മളൊരു കാര്യം അവോയ്ഡ് ചെയ്യുന്നതും ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ല. ഇപ്പൊ നമുക്കൊരു ഫൈൻ വന്നു, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ബിസിനസ്സിലെ ചില കാര്യങ്ങൾ നമ്മളൊരു ലോയറെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിനെ കൊണ്ടോ ചെയ്യിപ്പിക്കേണ്ടതാണ്, അവർക്ക് നമ്മൾ ആ ഫീസ് കൊടുക്കേണ്ടതാണ്. ആ ഫീസ് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതെങ്ങനെ നമ്മളെ ലോങ് റണ്ണിൽ ഇമ്പാക്ട് ചെയ്യുമെന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മൾ സേവ് ചെയ്യുന്ന 10,000 ഒരു പക്ഷെ 2 വർഷം കഴിയുമ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ ആയിട്ട് നമ്മളുടെ നേരെ ഈ ബൂമറാങ് പോലെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതും ശരിയല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാം? നമുക്ക് നോക്കാം, നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ കാണാത്ത ലീക്കേജസ്. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ പലപ്പോഴും ഈ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടല്ല, ചെറിയ ചെറിയ ലീക്കേജസ് ആണ് ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മളിൽ കൊണ്ടുവരുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ് നമുക്ക് ലീക്കേജസ്? അതേപോലെ ഇപ്പൊ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഇൻവോയ്സിങ് എത്ര റെഗുലർ ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർക്ക് ഇൻവോയ്സ് ചെയ്യുന്നത്? അവരൊരു പ്രോഡക്റ്റോ സർവീസോ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അപ്പൊ തന്നെയാണോ നിങ്ങൾ ഇൻവോയ്സ് ചെയ്യുന്നത്, അതോ നിങ്ങൾ ഇൻ അഡ്വാൻസ് ആണോ പേയ്മെന്റ് വാങ്ങുന്നത്? ഫോളോ അപ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? എത്ര ഫോളോ അപ്സ് ചെയ്യും? നിങ്ങളുടെ ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിനെ എത്രമാത്രം ബാധിക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്കത് കൊണ്ടുവരാൻ പറ്റും. ഇൻഫാക്ട് നമ്മൾ പ്രോഫിറ്റ് ടു പവർ എന്ന് പറഞ്ഞ ഒരു സെഷൻ എക്സ്ക്ലൂസീവ്ലി ഫോർ ബിസിനസ് ഓണേഴ്സിന് ചെയ്യുന്നുണ്ട്. അതിൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എങ്ങനെ കൊണ്ടുവരാം എന്നാണ് നമ്മൾ അതിൽ
ഡിസ്കസ് ചെയ്യുന്നത്. എനിക്കൊന്ന് ഷിഫിലൊക്കെ അത് ജോയിൻ ചെയ്ത ആൾക്കാരാണ്. ഷിഫിലിനോട് ചോദിച്ചാൽ അറിയാം ആ സെഷൻ എത്ര ബെനിഫിഷ്യൽ ആയിരുന്നു എന്നുള്ള കാര്യം. ശരിയല്ലേ ഷിഫിൽ? അതെ 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 ഷുവർ, തീർച്ചയായിട്ടും. ആ, താങ്ക് യു. ഇപ്പോ ഇനി നമുക്ക് നമ്മളുടെ ആസ് ആൻ ഇൻഡിവിജ്വൽ സെൽഫ് കമ്പാഷനും സെൽഫ് റെസ്പെക്റ്റും നമുക്ക് ലൈഫിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഞാനിത് പറയാൻ കാര്യം, നമ്മൾ എല്ലാവരും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുള്ളത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായിട്ടാണ് അല്ലെ. ഇപ്പൊ സ്കൂളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞാൽ നമ്മളെ എല്ലാരും കളിയാക്കും, അല്ലെ വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയും. നമുക്ക് നമ്മളുടെ ഉള്ളില് നമ്മൾ എന്തോ ഒരു മോശമാണ്, നമ്മൾ അത്ര പോരാ, നമ്മൾ അങ്ങോട്ട് എല്ലാരെയും പോലെ അത്ര കോമ്പറ്റേറ്റീവ് അല്ല, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മളുടെ ഉള്ളിൽ വരും അല്ലെ. ഞാൻ എമ്മയോട് സംസാരിക്കുമ്പോഴും എമ്മയുടെ ഉള്ളിൽ ഞാൻ കണ്ടത് ഇതാണ്, ഭയങ്കര കമ്പാരിസൺ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എമ്മ ഒരു ബിസിനസ് ഓണർ ആണ്, 100 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എമ്മ ചിന്തിക്കുന്നത് അംബാനിയും ബിസിനസ് ചെയ്യുന്നു, പക്ഷെ ഞാനും 15 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നു, എനിക്ക് അവരുടെ അടുത്ത് പോലും എത്താൻ പറ്റുന്നില്ലല്ലോ. ആ ചിന്തയും, അംബാനി ബിസിനസ് ചെയ്യുന്നു, ഞാൻ അവരെ കണ്ട് ഭയങ്കര ഇൻസ്പയർഡ് ആണ്, ഞാൻ 100 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്, എനിക്ക് 1000 പേർക്ക് ജോലി കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണോ അംബാനിയുടെ ബിസിനസ് വളർന്നത് ആ ലെവലിലേക്ക് എനിക്ക് എങ്ങനെ എത്താൻ പറ്റും. ഈ രണ്ട് ചിന്തയും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഒന്ന്, നമ്മൾ കോൺസ്റ്റന്റ് കമ്പാരിസണും സെൽഫ് പിറ്റിയുമാണ്. അതായത് എന്നെ കൊള്ളില്ല, എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ ഒട്ടും കോമ്പറ്റേറ്റീവ് അല്ല, ഇങ്ങനെയുള്ള ബ്ലെയിം നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് വെക്കും. ഇതിന്റെ കാരണം ഒന്ന്, നമ്മളുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ വളരുന്ന എൻവയൺമെന്റ് ഒക്കെയാണ്. ബിക്കോസ് നമ്മൾ എന്നും കേട്ടിട്ടുള്ളത് നമ്മൾ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരു കാര്യത്തിലും പുറകോട്ട് പോകാൻ പാടില്ല, നമ്മൾ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കണം, നമ്മൾ എപ്പോഴും മുന്നിലായിരിക്കണം എന്നൊക്കെയാണ് അല്ലേ. പക്ഷെ ഈ റിയൽ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ മിസ്റ്റേക്സ് ഒക്കെ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു കാര്യം ശരിക്കും പഠിക്കാൻ പറ്റുക? ഞാൻ ലീഡർഷിപ്പ് ട്രെയിനിങ് എടുക്കുമ്പോൾ ഞാൻ പറയാറുള്ള, പ്രത്യേകിച്ച് ബിസിനസ് ഓണേഴ്സിനോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ നമ്മൾ അഡ്വൈസ് ചോദിക്കേണ്ട ടൈപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത്, ഒന്ന്, കുറെ കാര്യങ്ങൾ ചെയ്ത് മിസ്റ്റേക്സ് പറ്റിയിട്ടുള്ള ആൾക്കാർ. അതായത് ഇപ്പം ചിലപ്പോൾ ബിസിനസ് അത്ര പ്രോഫിറ്റബിൾ അല്ലാതെ ലോസ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്ത ആൾക്കാരുണ്ടായിരിക്കാം. കുറെ കാര്യങ്ങൾ ചെയ്ത് ലൈഫിലെ കുറെ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാലും അത്രയും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടും വീണ്ടും ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരാണ് നമുക്ക് അഡ്വൈസ് ചോദിക്കാൻ ഏറ്റവും ബെസ്റ്റ്. രണ്ട്, ലൈഫിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ലാത്ത ആളുകളോട് നമ്മളുടെ ബിസിനസിന്റെയും പ്രൊഫഷന്റെയും ലൈഫിന്റെയും ഒന്നും അഡ്വൈസ് ചോദിക്കാതിരിക്കുക. ബിക്കോസ് ഇതൊന്നും ചെയ്യാത്ത ഒരാളിന് നമ്മളെ എങ്ങനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും? ഞാൻ ബിസിനസ് തുടങ്ങിയ സമയത്ത് എനിക്കൊരു റെഫറൻസ്, എനിക്ക് ചില ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാൾ ഒരു റെഫറൻസ് തന്ന്, ഞാൻ ഒരാളോട്, അപ്പം ഇങ്ങനെ അവര് ടെക്നിക്കലി നല്ല മിടുക്കരാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരെനിക്ക് കുറെ ഉപദേശങ്ങൾ തന്നു, ബിസിനസ് എങ്ങനെ നടത്തണം എന്നുള്ളത്. അവരൊരു ബിസിനസ് റൺ ചെയ്യുന്നില്ല, അവരൊരിടത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്, അവർക്ക് ബിസിനസിനെ പറ്റി ഒന്നും അവർക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. അത് അവര് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ അവര് കണ്ടിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ പലരും മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് ആ മാർക്കറ്റിംഗ് ആണ് എന്നോട് അവര് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അവരോട് പറഞ്ഞു, താങ്ക് യു പറഞ്ഞ് ഞാൻ പതിയെ അവിടെ നിന്ന് മാറി. കാരണം ആ അഡ്വൈസ് അല്ല എനിക്ക് വേണ്ടത്. ഇപ്പോ അസീനയുടെ ബിസിനസ്സിൽ, അല്ലെങ്കിൽ റംലയുടെ ബിസിനസ്സിൽ, ഷിഫിലിന്റെ ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാത്ത ഒരാളോട് നിങ്ങളുടെ ബിസിനസിന്റെ പ്ലാനോ നിങ്ങളുടെ ഒരു അടുത്ത 3 ഇയേഴ്സിലേക്കുള്ള നിങ്ങളുടെ ഒരു ഗോളോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില ചേഞ്ചസ് എന്താണെന്നോ ഒന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് ഡിസ്കസ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ പറ്റുന്ന ആൾക്കാർ. നിങ്ങൾക്കൊരു ലോ, അതായത് ലീഗൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് അറിയാവുന്ന ലോയറോട് സംസാരിക്കുക. നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ഡോക്ടറോട് സംസാരിക്കുക.
ബിസിനസ് ആണെങ്കിൽ ബിസിനസ് എന്താണ് എന്ന്, അല്ലെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളിനോട് നമ്മൾ സംസാരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോറി, ഞാൻ എൻ്റെ മ്യൂട്ട് ചെയ്യാൻ നോക്കിയതാ. ഇനി നമ്മൾ ഈ പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞാലേ, പെർഫെക്ഷൻ എന്നൊരു സാധനം, പെർഫെക്റ്റ് ആയിട്ട് ഒരു സാധനവും നമുക്ക് നമ്മളുടെ നേച്ചറിൽ കാണാൻ പറ്റില്ല. പറ്റുമോ? എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു വളവോ തിരിവോ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ നേരെ വളരുന്ന തെങ്ങിനും കവുങ്ങിനും വരെ ഉണ്ട് ചെറിയൊരു വളവൊക്കെ, അല്ലേ? അപ്പൊ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഇല്യൂഷനാണ്. അത് ആക്ച്വലി മാർക്കറ്റിങ്ങും, അല്ലെങ്കിൽ ഈ എന്ത് സാധനമാണോ ഇല്ലാത്തത് അത് കാണാനും അത് ചെയ്യാനും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ഇല്യൂഷനാണ് ഈ പെർഫെക്ഷൻ. പലപ്പോഴും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഡിലേ ആവുന്നത് ഈ പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഒരു കാര്യവും പെർഫെക്റ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആക്കി നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. നമുക്ക് ഓൺ ദ ഗോ അതിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കുക, അതിന്റെ ഗുണം എന്താണ്, അതിന്റെ ദോഷം എന്താണ് എന്ന് നോക്കുക. അതിനുശേഷം ഞാൻ ഷംസുനെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അപ്പൊ ഗുണം എന്താണ്, ദോഷം എന്താണെന്ന് നോക്കുക. നമ്മൾ ആ കാര്യം ചെയ്യുക. പോകും തോറും നമ്മൾ അത് പ്രോഗ്രസ് ചെയ്യും തോറും അതിനകത്ത് ചേഞ്ചസ് വരുത്തി നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമ്മളുടെ സെൽഫ് കെയറും കോൺഫിഡൻസും. സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. നമ്മളുടെ വാർഡ്രോബിൽ നോക്കിയാലേ, നമ്മൾ ഈ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഒക്കെ വെച്ചിരിക്കുന്ന കുറെ ഡ്രസ്സസ് ഉണ്ടാവും, അല്ലെ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടാവും. നമ്മളെ ശരിക്കും ഏറ്റവും കൂടുതൽ കാണുന്ന ആളാരാണ്? നമ്മൾ തന്നെയാണ്. ചിലപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകുമ്പോഴും അവിടെ ഒരു മിറർ ഉണ്ടാകും, നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴും ഒരു മിറർ ഉണ്ടാകും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ നമ്മൾ മിററിൽ നമ്മളെ കാണാറുണ്ട്, അല്ലേ? ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ ഗാബ ഇല്ലേ, ന്യൂറോ ട്രാൻസ്മിറ്റർ, അത് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമ്മളോട് പറയുന്ന നമ്മളുടെ സെൽഫ് ടോക്കാണ്. നമ്മളുടെ ആർട്ടിക്കുലേറ്ററി കൺട്രോൾ നമ്മളോട് എന്താണോ പറയുന്നത് അതാണ് ഈ ഗാബ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ എവറി ടൈം നമ്മളോട് നമ്മളെ കൊള്ളാം, നമ്മൾ മിടുക്കിയാണ്, നമ്മൾ മിടുക്കനാണ്, ആഹാ കൊള്ളാലോ, എന്നെ കണ്ടാൽ ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ നമ്മളൊന്ന് വെറുതെ പറഞ്ഞേ. ഫോർ ദ നെക്സ്റ്റ് 1 month എല്ലാ ദിവസവും ഇങ്ങനെ ഒന്ന് പറഞ്ഞേ, പതിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളിലുണ്ടാവുന്ന ചേഞ്ച്. ഇതൊരു വളരെ സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം, എമ്മ എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ സെൽഫ് കമ്പാരിസൺ, ഭയങ്കര കമ്പാരിസൺ, നമുക്ക് ഒരു ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കമ്പാരിസൺ ആണ്. നല്ല ഡ്രസ്സ് ഇടാൻ പ്രയാസം, പുറത്തു പോകാൻ ഒരു ബുദ്ധിമുട്ട്, സോഷ്യലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ബിക്കോസ് ഞാൻ കൊള്ളില്ല എന്നുള്ള ചിന്തയാണ്. പക്ഷെ ആ ചിന്ത മാറിക്കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഡിഫറൻസ് ഭയങ്കരമാണ്. ഞാൻ ഒരാളിന്റെ കൂടെ എക്സാമ്പിൾ പറയാം. ഞാൻ ഹമീഷയുടെ ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞോട്ടെ ഹമീഷ? ഓക്കെ മാം. ഹമീഷ, ഇപ്പൊ നിങ്ങളിൽ കുറെ ആളുകൾക്ക് ഹമീഷ അറിയാമായിരിക്കും. ഹമീഷ ആദ്യം സംസാരിച്ചിരുന്ന രീതിയും ഇപ്പൊ ഹമീഷ സംസാരിക്കുന്ന രീതിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് ഹമീഷയ്ക്ക് ഹമീഷയിലുള്ള ഒരു ഇംപ്രഷൻ ഒരുപാട് ചേഞ്ച് ചെയ്തു. അത് ഹമീഷ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കാര്യമാണ്. ദ മോർ ഹമീഷ ടെൽസ് ഹെർസെൽഫ് ഐ എം ഗുഡ്, ഐ എം കോൺഫിഡന്റ് എന്ന് പറയുന്നതനുസരിച്ച് ഹമീഷയുടെ എല്ലാ രീതിയിലും, ഹമീഷയുടെ ബോഡി ലാംഗ്വേജിലും സംസാരത്തിലും ഒക്കെ ആ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത്, സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാരെയും ഉപേക്ഷിച്ചിട്ട് നമ്മുടെ കാര്യം മാത്രം നോക്കുകയല്ല, നമുക്ക് വേണ്ടിയും എക്സ്ക്ലൂസീവ്ലി കുറച്ച് ടൈം മാറ്റി വെക്കുക എന്ന് പറയുന്നതാണ്. അത് പല രീതിയിലാകാം. നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് ഇടുന്നതായിരിക്കാം ചില ആളുകൾക്ക് സന്തോഷം, ഒന്ന് പാർലറിലൊക്കെ പോകുന്നതാകാം. അതിപ്പം പുരുഷന്മാരായാലും സ്ത്രീകളായാലും
രണ്ടുപേർക്കും പറ്റും. അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കുന്നതായിരിക്കും, ഒരു സിനിമ കാണുന്നതായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ടൈം മാറ്റി വെക്കണം. കാരണം ദ മോർ യു സീ യുവർ സെൽഫ് ബെറ്റർ, നമ്മൾ നമ്മളോട് പറയുന്നു ഐ എം ഗുഡ്, ഐ എം ഗുഡ് എന്ന് നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മളുടെ ഗാബ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഗാബ നമ്മളുടെ ആർട്ടിക്കുലേറ്ററി കൺട്രോളിനോട് അതിന്റെ സെന്റൻസസ് റീഫ്രേസ് ചെയ്യാൻ പറയും. നമ്മളുടെ ഈ നിയോ കോർട്ടെക്സ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കും. ബിക്കോസ് അൾട്ടിമേറ്റ്ലി നമ്മൾ നന്നായിട്ട് കാം ഡൗൺ ചെയ്യും, ഗ്രൗണ്ടഡ് ആകും, കോൺഫിഡൻസ് വർദ്ധിക്കും. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട ഒരു ഏറ്റവും വലിയ ഈ സെൽഫ് അവയർനെസ്സിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമാണ് ഈ മെയിൽ ബ്രെയിനും ഫീമെയിൽ ബ്രെയിനും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ന്യൂറോ സയൻസ് ഒരു ഡെവലപ്മെന്റിലേക്ക്, അതായത് ന്യൂറോ സയൻസ് എന്താണ് ബ്രെയിനിന് ചെയ്യാൻ പറ്റുന്നത് എന്ന് ശരിക്കും പഠിച്ചു തുടങ്ങിയത് 1970s മുതലാണ്. ആദ്യം നമ്മൾ പഠിച്ചത് ഇമോഷൻസിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ അത് മാർക്കറ്റിംഗിൽ യൂസ് ചെയ്തു. പക്ഷെ ഇതിന്റെ ഒക്കെ അപ്പുറമാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വന്നിട്ട് ഇപ്പൊ ഇത്ര നാളെ ആയിട്ടുള്ളൂ. അപ്പൊ ഒരുപാട് അഡ്വാൻസ്മെന്റും ഒരുപാട് സ്റ്റഡീസും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ, നമ്മളുടെ ബ്രെയിനിന്റെ ഒരു 30% ഓഫ് വർക്ക് മാത്രമേ നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മള് എന്തുമാത്രം ഇനിയും പഠിക്കാനുണ്ടെന്ന്. എനിക്കെപ്പോഴും ഞാൻ വായിക്കും തോറും അല്ലെങ്കിൽ മനസ്സിലാക്കും തോറും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ രണ്ടും ശരിയാണ്, ഹ്യൂമൻ സ്പീഷീസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഭയങ്കര ഡിഫറെന്റ് ആണ്, എല്ലാ രീതിയിലും വളരെ ഡിഫറെന്റ് ആണ്. ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിലും നമ്മളുടെ വർക്കിലും നമ്മളുടെ ബിസിനസ്സിലും ഒക്കെ ഇത് നമുക്ക് നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ രീതി മാറും, നമ്മളുടെ ഇമോഷണൽ പ്രോസസ്സിങ് മാറും, ഇതൊക്കെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്തും. പുരുഷന്മാര് കമ്മ്യൂണിക്കേഷനും ഇമോഷണൽ പ്രോസസ്സിങ്ങും പുരുഷന്മാരുടേത് വളരെ ഡിഫറെന്റ് ആണ് സ്ത്രീകളുമായിട്ട്. പുരുഷന്മാർക്ക് പലപ്പോഴും സംസാരിക്കുമ്പോൾ ചിന്തിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ പുരുഷന്മാര് പലപ്പോഴും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീടാണ് അവർ വേർഡ്സ് പ്രോസസ് ചെയ്യുക. പക്ഷെ ഫോർ എ വുമൺ നമുക്ക് സംസാരിക്കുന്ന കൂടെ തന്നെ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മളുടെ സെന്റൻസസ് ഒക്കെ മാറ്റാൻ അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഒരു പ്രത്യേക കഴിവാണ്. പുരുഷന്മാരുടെ ഇമോഷണൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും അവര് ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ അവർ കുറച്ചുകൂടെ ക്വയറ്റ് ആകുക ചെയ്യുന്നത്. അവര് ക്വയറ്റ് ആകും, അവർ ഭയങ്കര ടാസ്ക് ഫോക്കസ്ഡ് ആയിരിക്കും, അവർ അവരുടെ വർക്കിലേക്ക് അല്ലെ അവർ ചെയ്യുന്ന കാര്യത്തിലേക്ക് അവർ കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യും. സ്ത്രീകളാണെങ്കിൽ പറയാനാണ് ഇഷ്ടം. നമുക്ക് ഇമോഷണൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറയണം നമ്മളുടെ കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, ഭയങ്കര പ്ലസന്റ് ആണ്, നമുക്ക് കുറെ ഐഡിയാസ് ഉണ്ട്, നമ്മൾ അത് ഒരാളോടൊന്ന് ഷെയർ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, വല്ലാത്ത ഒരു ത്വര ആയിരിക്കും. ഇത് നമുക്കൊന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ഫീമെയിൽ ബ്രെയിനിന് നമ്മളുടെ ടോൺ, നമ്മളുടെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതൊക്കെ മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കും. ഒരു പുരുഷന് അത് അത്രയും മനസ്സിലാകണം എന്നില്ല. അപ്പൊ പലപ്പോഴും നമ്മളുടെ ബിസിനസ്സിൽ എല്ലാവരും മെയിലാണ് അല്ലെങ്കിൽ മെജോറിറ്റി ഫീമെയിൽ ആണെങ്കിൽ പലപ്പോഴും ഈ ക്ലാഷസ് ഒക്കെ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം കമ്മ്യൂണിക്കേഷനിലുള്ള ഈ ഒരു ചേഞ്ച് ആണ്. അതൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മളുടെ വീട്ടില് നമ്മളുടെ ഹസ്ബൻഡിനോടും വൈഫിനോടും കുട്ടികളോടോ നമ്മളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ നമ്മൾ പെരുമാറുന്ന രീതികൾ നമുക്ക് കുറെ നമുക്ക് മെൻഡ് ചെയ്യാനായിട്ട് അല്ലെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ പല കാര്യങ്ങളും പെർസീവ് ചെയ്യുന്നത്, അതായത് വിമന് സ്ത്രീകൾക്ക് പൊതുവെ ഇമോഷണൽ പെർസെപ്ഷൻ വളരെ സ്ട്രോങ് ആണ്, പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട. അതാണ് പലപ്പോഴും പലരും തമാശക്ക് പറയില്ലേ, ഇപ്പൊ ആണുങ്ങൾ എന്ത് കള്ളത്തരം കാണിച്ചാലും വീട്ടിലുള്ള ഭാര്യമാരത് കണ്ടുപിടിക്കും എന്ന് പറയുന്നതിന്റെ ഒരു കാരണം നമുക്ക് ഭയങ്കര സ്ട്രോങ് ഇമോഷണൽ പെർസെപ്ഷൻ ആണ്, പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. നമുക്ക് മൂഡിലുള്ള ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് സ്ത്രീകൾക്ക് മനസ്സിലാകും. പക്ഷെ പുരുഷന്മാര് കൂടുതലും ഒബ്ജക്ട് ഫോക്കസ്ഡ് ആണ്. അവർക്ക് പലപ്പോഴും ഈ വളരെ ഗോൾ ഓറിയന്റഡ് ആയിട്ട് വളരെയധികം ഈ എൻവയൺമെന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള
ഒബ്ജക്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള അവയർനെസ് ആണ് പുരുഷന്മാർക്ക് ഉണ്ടാവുക. അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് മൂഡ് ചേഞ്ചസ് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സ്ത്രീകൾ പിണങ്ങിയൊക്കെ ഇരുന്നാൽ ഇവർക്ക് മനസ്സിലാവാത്തതിന്റെ ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് എറിയണം, അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക എന്തോ പ്രശ്നമുണ്ട് എന്ന്. ഇനി മൾട്ടി ടാസ്കിങ്, സ്ത്രീകള് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പുരുഷന്മാരെക്കാൾ കുറച്ചുകൂടെ കൂടുതൽ കഴിവുള്ള ആളുകളാണ്. പുരുഷന്മാർക്ക് ഭയങ്കര ഡീപ്പ് ഫോക്കസ് ഇൻ വൺ തിങ്, ഒരു കാര്യത്തില് മാത്രം ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനാണ് അവർക്ക് എളുപ്പം. അവരുടെ ബ്രെയിൻ അങ്ങനെയാണ്. മണി ആൻഡ് ഫൈനാൻഷ്യൽ തിങ്കിങ്ങില് പുരുഷന്മാര് കുറച്ചുകൂടെ റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. കുറച്ചുകൂടെ റിസ്ക് എടുക്കും. അവര് ഇൻവെസ്റ്റ് ചെയ്യാൻ, ചില റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ അവര് തയ്യാറാകും. സ്ത്രീകളാണെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്, കുറച്ച് ലോങ് ടേം തിങ്ക് ചെയ്യുന്നവരാണ്. അതേപോലെ കെയർ ബേസ്ഡ് ഫൈനാൻഷ്യൽ സിസ്റ്റം, അതായത് 10 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പുരുഷന്മാരെക്കാൾ കുറച്ചുകൂടെ കൂടുതൽ സ്ത്രീകൾക്കാണ് സാധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്ട്രെസ് റെസ്പോൺസ്, സ്ത്രീകൾ ഒരുപാട് സംസാരിക്കും, പുരുഷന്മാർ ഭയങ്കര ക്വയറ്റ് ആകും. ഡിസിഷൻ മേക്കിങ്ങിലും ഇതേ കാര്യം തന്നെയാണ്. ഡിസിഷൻ മേക്കിങ്ങില് പുരുഷന്മാര് വളരെ ആക്ഷൻ ഓറിയന്റഡ് ആണ്, വളരെ ഡിസൈസീവ്. അതായത് ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ അവരതങ്ങ് എടുത്തു, അവരതങ്ങ് ചെയ്തു, അങ്ങനെയാണ്. പക്ഷെ സ്ത്രീകൾ കുറച്ചും കൂടെ ഒക്കെ റിഫ്ലക്റ്റീവ് ആണ്, ഒന്ന് ആലോചിക്കും. പണ്ട് നമ്മൾ ഇത് ചെയ്തപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായോ, അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. ഇങ്ങനെയുള്ള ഈ തിങ്കിങ് രണ്ടുപേർക്കും ഭയങ്കര ഡിഫറെന്റ് അല്ല, പക്ഷെ ഒരാൾക്ക് കുറച്ച് കൂടുതലും ഒരാൾക്ക് ചില ഏരിയാസിൽ രണ്ടുപേർക്കും ആ ഒരു സ്ട്രോങ് പോയിന്റ് ഉണ്ടാവും. ഇനി റിലേഷൻഷിപ്പില് ജനറ്റിക്കലി പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് റെസ്പെക്റ്റ് ആണ്. ഇത് ഞാൻ മറ്റേ സെക്സിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആരോടും എന്താ പറയാ, ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഞാൻ സപ്പോർട്ടായിട്ടോ ഒന്നും പറയുവല്ല. മെയിൽ ഈഗോ അല്ലെങ്കിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പുരുഷന്മാർ എപ്പോഴും സീക്ക് ചെയ്യുന്നത് റെസ്പെക്റ്റ് ആണ്, സ്ത്രീകൾ എപ്പോഴും സീക്ക് ചെയ്യുന്നത് സെക്യൂരിറ്റി ആണ്. പുരുഷന്മാർക്ക് ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങി ഒക്കെ ഇരിക്കുന്ന സ്ത്രീകളെ അവരൊന്ന് നോക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. അത് ജനറ്റിക്കലി അങ്ങനെയാണ് അവരെ ഉണ്ടാക്കിയിരിക്കുന്നത്. 70,000 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾക്ക് റെസ്പെക്ട് വേണ്ട എന്നല്ല, സ്ത്രീകളുടെ റെസ്പെക്ട് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയും സേഫ്റ്റിയും ആ ഒരു ഫീലിംഗ് ഓഫ് എന്താ പറയാ ബിലോങ്ങിങ്നെസ് ഒക്കെ കൊടുക്കുമ്പോഴാണ്. അതായത് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും അവർക്ക് കൊടുക്കണ്ട. അവരോട് കൊള്ളാം, നീ മിടുക്കിയാണല്ലോ, ഇത് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ ഭാര്യയോടൊന്ന് സ്ഥിരം പറഞ്ഞേ കുറച്ച് കഴിയുമ്പോൾ അവര് തന്നെ പല കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും, ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും. പുരുഷന്മാർക്ക് പബ്ലിക്കലി നമ്മൾ എത്ര റെസ്പെക്ട് കൊടുക്കുന്നു, ഞാൻ പറയുന്നത് സാധാരണ ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ, ഈ നാർസിസിസം അങ്ങനെയുള്ള കോംപ്ലക്സിറ്റിയിലേക്കൊന്നും പോകണ്ട. പക്ഷെ നമ്മൾ പുരുഷനെ എത്രമാത്രം ഇൻ ഫ്രണ്ട് ഓഫ് പബ്ലിക് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, അത്രയും സെക്യൂരിറ്റിയും കെയറും തിരിച്ച് നമുക്ക് യൂഷ്വലി കിട്ടാറുണ്ട്. അതാണ് പുരുഷന്റെയും സ്ത്രീയുടെയും ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്, സോറി ഞാനൊരു 5 മിനിറ്റ് നമ്മൾ ഓവർ ദ ടൈം പോയി. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഈ സെൽഫ് അവയർനെസ്സിനകത്ത് എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ഇതെങ്ങനെയാണ് നമ്മളുടെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യുക, നമ്മളുടെ ബിസിനസ്സിലുള്ള വിമൻ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ചില രീതിയിൽ പ്രത്യേകം അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നത്, മെൻ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം, പുരുഷന്മാർ ഈ ടാസ്കുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവര് വളരെ ട്രാൻസാക്ഷണലാണ്. അതായത് പലപ്പോഴും കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ മാത്രം ചെയ്തു പോകുന്ന ആൾക്കാരാണ്. സ്ത്രീകൾ കുറച്ചും കൂടെ ഒക്കെ അതിന്റെ സറൗണ്ടിങ്, അതിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ ചിന്തിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ പുരുഷന്മാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യണം. അവർക്ക് ആ ഒരു കാര്യം മാത്രമേ ഫോളോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പക്ഷെ സ്ത്രീകളുടെ ബ്രെയിൻ കുറച്ചും കൂടി ഇമോഷൻസും ഒക്കെ പ്രോസസ്സ് ചെയ്യുന്ന ബ്രെയിൻ ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ കാണും. ഇപ്പൊ ബിസിനസ്സിൽ നമുക്ക് ഇങ്ങനെ നമ്മളുടെ സ്റ്റാഫ് പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലും രീതികളും ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ, നമ്മളുടെ ബിസിനസിന്റെ ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ ഒക്കെ നമുക്ക് പറ്റും.
ഇനിയിപ്പോ നമ്മൾ ഒറ്റയ്ക്കാണ് ബിസിനസ് നടത്തുന്നതെങ്കിലും നമുക്കൊന്ന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്നുള്ള കാര്യം. അത് നമ്മളെ ബ്ലെയിം ചെയ്യാനോ നമുക്കൊരു കുഴപ്പം ഉണ്ടാകാനോ ഒന്നുമല്ല. പകരം നമ്മളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുക. ഞാൻ പറഞ്ഞ എമ്മയുടെ കാര്യത്തിലും അത് തന്നെയാണ്. എമ്മയെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അമ്മയുടെ ബിസിനസ്സിലെ അട്രീഷൻ കുറഞ്ഞു, അമ്മയുടെ ബിസിനസ്സിന്റെ ഒരു എഫിഷ്യൻസി കൂടി, അമ്മയുടെ സോഷ്യൽ ലൈഫ് കുറെ നന്നായി, റിലേഷൻഷിപ്സ് കുറച്ചുകൂടെ സ്ട്രോങ് ആൻഡ് പ്ലസന്റ് ആയി. അപ്പൊ ഈ ഒരു ചേഞ്ച് നമ്മളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉണ്ടാവുന്ന ഡിഫറൻസ്. നെക്സ്റ്റ് 30 days നിങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് വെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 31st ഡേ നിങ്ങളിൽ ഉണ്ടാവുന്ന ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ഉണ്ടാവുന്ന ഇന്റേണൽ ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ഇന്റേണൽ പ്രോസസ്സിംഗ് ആണ് എപ്പോഴും എക്സ്റ്റേണൽ ഔട്ട്കം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആണ് ഇന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? എനി ക്വസ്റ്റ്യൻസ്? ഇനി നിങ്ങൾക്ക് മ്യൂട്ടൊക്കെ മാറ്റി സംസാരിക്കാം കേട്ടോ. ദിസ് ഇസ് എ വെരി സേഫ് പ്ലേസ്. എന്ത് ക്വസ്റ്റ്യൻ, നോ ക്വസ്റ്റ്യൻ ഈസ് എ സില്ലി ക്വസ്റ്റ്യൻ. അപ്പോ എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ചോദിക്കാം. No questions? Shifil? Asina, you wanted to talk? മാം ഞാൻ പറഞ്ഞത് ഞാൻ കുറെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഡൗൺ ആയി പോകണമെന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ കയറും, ഒന്ന് റീചാർജ് ആവും, അപ്പൊ നമ്മൾ വീണ്ടും കളിക്കളത്തിൽ ഇറങ്ങും. അങ്ങനെയാണ്. അപ്പൊ മാം പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഇതുവരെ എന്നെ ഒരു സെൽഫ് വാല്യുവേഷൻ ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ 2-3 ബിസിനസ്സാണ്, നേരത്തെ ഞാൻ 2 പറഞ്ഞുള്ളൂ, 3 ഞാൻ റൺ ചെയ്യുന്നത്. ഒന്ന് നമ്മളൊരു ഒരു ഐസ്ക്രീം ബ്രാൻഡിന്റെ ഒരു ബെറി ഫ്രൂട്ട്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. മെഴ്സിലീസ് എന്ന് പറഞ്ഞ ഐസ്ക്രീം കമ്പനിയുടെ ബെറി ഫ്രൂട്ട്സിന്റെ ഫ്രോസൺ ഫ്രൂട്ട് ഉണ്ട്. അപ്പൊ ഞാനിതിങ്ങനെ എന്റെ ഗാർമെന്റ്സ്, ഫോട്ടോഗ്രാഫി, ഫുഡ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഇപ്പം ഈ മാസം തൊട്ടിട്ടാണ് ഞാൻ അതിന് കൃത്യമായിട്ട് അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേജുകളെല്ലാം, ഫോട്ടോഗ്രാഫി എന്നുള്ളത് കൃത്യമായിട്ട് അതിന് മാത്രം, ഗാർമെന്റ്സ് എന്നുള്ളത് അതിന് മാത്രം, മറ്റത് ഞാൻ എല്ലാം കൂടെ അവിയൽ പരിപാടി, ഇതിന്ന് എടുക്കും അവിടെ കൊടുക്കും, അവിടെ നിന്ന് എടുക്കും ഇവിടെ കൊടുക്കും. എനിക്ക് കുറെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് പലപ്പോഴും എന്റെ പല വർക്കുകളും ബ്ലോക്കായി പോകും. ഇപ്പൊ ഈ മാസം ഞാൻ എന്റെ പ്രൊഫൈല് സെറ്റ് ചെയ്യാൻ പോർട്ട്ഫോളിയോ, വീഡിയോ ആൻഡ് ഫോട്ടോ എടുക്കണം. പിന്നെ എനിക്ക് ഗാർമെന്റ്സ് ഓൺലൈൻ ബുട്ടീക്കിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എടുക്കണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തനിച്ചാണ് ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇതൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ രാവിലെ എഴുന്നേൽക്കും, വീട്ടിലെ കാര്യങ്ങൾ കഴിയും, ഓഫീസിൽ വരും, ഇവിടെ ഇരുന്ന് നമ്മളിപ്പം ക്ലാസ്സുകളൊക്കെ ഉണ്ട്, വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കാം. അപ്പൊ ആ ക്ലാസ്സുകൾ കഴിഞ്ഞ് ഒരു 3 o'clock കഴിഞ്ഞാലാണ് ഞാൻ പിന്നെ ഫ്രീ ആവുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് കുറച്ചു നേരം ഫോണിലേക്ക് മാറും. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ടൈം വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് അങ്ങനെ അങ്ങോട്ട് പോകാന്നല്ലാതെ ഇപ്പൊ ഈ 2 മാസമായിട്ട് ഇത് എനിക്കൊന്നും ചെയ്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു മൈൻഡ് സെറ്റ് ബ്ലോക്ക് ആവുന്നത് കൊണ്ടാണ്. ചിലപ്പോ അങ്ങനെ തോന്നും, ചിലപ്പോ എനിക്ക് തോന്നും ഇതെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് അതങ്ങ് ചെയ്യാം. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അതിന്റെ കാരണം ഒന്ന്, അസീനെ പോലെ തന്നെ അവിയൽ പരുവത്തിൽ ബിസിനസ് ചെയ്യുന്ന വേറൊരാളും കൂടി ഇവിടെ ഉണ്ട്. ഞാൻ ആളൊന്നും പറയില്ല. പക്ഷേ ഒന്ന്, നമ്മളുടെ 80% ഓഫ് റിസൾട്ട് നമുക്ക് തരുന്നത് നമ്മളുടെ 20% ഓഫ് ആക്ഷൻ ആണ്. അപ്പോ ഈ ആക്ഷൻ എന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്ലാന്റ് നടുന്നത് പോലെയാണ്. നമുക്ക് 2 ടൈപ്പ് ഓഫ് പ്ലാന്റ് നടാം. ഒന്ന് സീസണൽ ആയിട്ടുള്ള പ്ലാന്റ്, അത് നമ്മൾ വെച്ചു, അതിനാവശ്യത്തിന് വെള്ളവും വളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് പൂക്കളൊക്കെ ഉണ്ടാകും, കുറച്ച് നാളത്തേക്ക് നല്ല ഭംഗിയായിരിക്കും, അത് കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങിപ്പോകും. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു മാവൊക്കെ പോലെയുള്ള ഒരു ഫലവൃക്ഷം നടുക. അത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് വേര് ഇറങ്ങുന്നുണ്ടോ, ഇത് വളരുമോ എന്നൊന്നും നമ്മൾ കാണുന്നില്ല. വൺസ് അത് വളർന്നു കഴിഞ്ഞാൽ അതിന്റെ
നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം അത് കാലാകാലം നമുക്ക് തരുന്ന ഔട്ട്കം ആയിരിക്കും. ഇതുണ്ടാവാൻ നമ്മൾ 20% ഓഫ് വർക്ക് മാത്രം ചെയ്താൽ മതി. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കൺസിസ്റ്റൻസി. നമ്മളൊരു ചെയ്യുന്ന കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. നമ്മളുടെ ഹാബിറ്റ്സ്, അതായത് നമ്മളെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ടൈം ഭയങ്കരമായിട്ട് സ്റ്റീൽ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചിലപ്പോൾ അഡ്മിൻ വർക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ നമ്മൾ തന്നെയാണ് അത് ചെയ്യുന്നതെങ്കിൽ, നമ്മളുടെ ടൈം ഒരുപാട് അത് എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ ഒരാളെ, അത് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിനെ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് 2-3 ബിസിനസ് ഉണ്ടെങ്കിൽ ഇതിലേതാണ് നമ്മളുടെ പ്രൈമറി ബിസിനസ്? അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന ബിസിനസ് ആണ് നമ്മളുടെ പ്രൈമറി ബിസിനസ്. ആ ബിസിനസ് ആയിരിക്കണം മറ്റ് 2 ബിസിനസ്സുകളെയും ആക്ച്വലി ഫീഡ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യം വന്നാൽ ഈ പ്രൈമറി ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്ത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അത് നമ്മളുടെ ക്യാഷ് ഫ്ലോ, പിന്നെ നമ്മളുടെ ബഫർ ഫണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്നാലും ഈ പ്രൈമറി ബിസിനസ് ഏതാന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ടൈം, നമ്മളുടെ 50% ടൈം അതിന് മാറ്റി വെക്കുക. നമ്മളുടെ പ്രൈമറി ബിസിനസ്സിന് നമ്മളുടെ 50% ഓഫ് ടൈം മാറ്റി വെക്കുക. ബാക്കി 50% 25 ആയിട്ട് മറ്റേ 2 ബിസിനസ്സിനും നമ്മൾ കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആക്ച്വലി നമ്മൾ ഒരു ബിസിനസ് ഫൗണ്ടേഷന്റെ ഒരു സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രോഫിറ്റ് ടു പവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ആ സെഷൻ നമ്മൾ ഇനി റോൾ ചെയ്യുമ്പം അസീന എന്തായാലും അതിൽ ജോയിൻ ചെയ്യണം. പക്ഷെ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ അസീന ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അസീനയ്ക്ക് അസീനയുടെ ആ ടൈം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റും. രണ്ടാമത്തെ കാര്യം, മുബീന, ഞാൻ സംസാരിക്കാമേ. രണ്ടാമത്തെ കാര്യം, ഹസീന ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ഈ പറഞ്ഞ പോലെ നമ്മളുടെ ബ്രെയിനിന് ഏറ്റവും ഇഷ്ടം ക്ലാരിറ്റിയും പിന്നെ ഇൻസ്ട്രക്ഷൻസുമാണ്. അതേപോലെ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുന്നത്, വൺസ് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അതുകൊണ്ടാണ് നമുക്കൊരു ഭയങ്കര സമാധാനം തോന്നാറില്ലേ, നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ആ കാര്യം അങ്ങ് നടന്നു, ഇനി ഇപ്പൊ പ്രശ്നമില്ല എന്ന്. ഈ കംപ്ലീഷൻ ബ്രെയിനിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതെ, മേ ബി എപ്പോഴാണ് ഹസീനയ്ക്ക് ടൈം, ഇത് വലിയ ഒരു സംഗതിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 1-on-1 അത് ഇരിക്കാം. പക്ഷെ ഹസീനയുടെ ഏറ്റവും എപ്പോഴാണ് ഒരു ആഴ്ചയിൽ ഒരു 2 മണിക്കൂർ ഫ്രീ ആവുക, ആ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ ചെയ്യുക. അത് ടിക്കിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മുന്നോട്ട് പോകാനായിട്ട് പറ്റും. നമ്മളുടെ പ്രോഗ്രസ് അവിടെ നമുക്കൊന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഹാബിറ്റ്സ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. വേറൊരു കാര്യം, അസീനയ്ക്ക് ഹമീഷയോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൺസൾട്ടിങ് നമ്മൾ ചെയ്യാറുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ ഹമീഷ ഡീറ്റെയിൽസ് തരും കേട്ടോ. മുബീന, what to do when we realize ourselves? സെൽഫ് ഇംപ്രൂവ്മെന്റിനുള്ള കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞ ഇതേ കാര്യമാണ്. ഒന്ന്, നമ്മളുടെ ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മള് ഒരു ചെക്ക് ലിസ്റ്റ് വെക്കുക. നമുക്ക് മനസ്സിലായി നമ്മളുടെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഏറ്റവും മോട്ടിവേറ്റഡ് ആകുന്ന ടൈം എപ്പോഴാണ്, നമ്മളുടെ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ടൈം എപ്പോഴാണ്, നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുക. ഇപ്പൊ ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്നും നമ്മളെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യമാണ്. നമ്മളിപ്പോ നിർബന്ധിച്ചൊരു സ്ഥലത്ത് പോകുന്നതോ നിർബന്ധിച്ച ഒരാളോട് സംസാരിക്കുന്നതോ അതിന്റെ ആവശ്യമില്ല. ഇത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ്. നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് മോശമായി പോകത്തില്ലേ എന്ന്. ഞാൻ ഈ ഹൈ പെർഫോമിംഗ് ഇൻഡിവിജ്വൽസ്, അതായത് നിങ്ങളെ പോലുള്ള ബിസിനസ് ഓണേഴ്സ്, പ്രൊഫഷണൽസിനൊക്കെ 1-on-1 കോച്ചിങ് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു കാര്യം, കട്ട് ദാറ്റ് വൺ റിലേഷൻഷിപ്പ് എന്ന് പറയാറുണ്ട്. അതായത് ഒരു ബാഡ് റിലേഷൻഷിപ്പ്, അത് എന്തിനെ കൊണ്ടായാലും, ഒരു വസ്തു ആയാലും ഒരു പേഴ്സൺ ആയാലും നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് കട്ട് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. അതായത് ഇപ്പൊ ചില ആളുകള്
നമ്മളെ ഫോൺ വിളിച്ച് ഇങ്ങനെ നമ്മളുടെ ടൈം നമ്മളോട് ചോദിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വാങ്ങിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്യും. തിരിച്ച് നമുക്ക് അതേ ഒരു റെസ്പോൺസ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആ റെസ്പോൺസ് ഒന്ന് ഡിലേ ചെയ്യാം. നമുക്കതിപ്പോ ആവശ്യമില്ലാത്തൊരു ഫോൺ കോൾ ആണെങ്കിൽ അത് നമുക്ക് എടുക്കാതിരിക്കാം. നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാം. നമ്മളെ എന്താണ് എപ്പോഴും എൻഡ് ഓഫ് ദി ഡേ നമ്മളുടെ സന്തോഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സന്തോഷിക്കുക ഒന്നുണ്ടെങ്കിൽ, നമ്മൾ സന്തോഷമാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാൻ പറ്റും. അപ്പോ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക, ലേണിങ്ങിന് വേണ്ടി ടൈം കണ്ടെത്തുക, സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക. ഇതൊക്കെയാണ് നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ ആ സെൽഫ് ടോക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഓക്കെ. I hope you understand, Mubina. Yes, ma'am. Thank you. Nice. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഇല്ലെങ്കിൽ നമ്മളുടെ അപ്കമിങ് സെഷൻസിനെ പറ്റി കൂടെ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. നമ്മളുടെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ എങ്ങനെ പോണേ? നമ്മളുടെ അപ്കമിങ് സെഷൻസ് എന്ന് പറയുന്നത്, നിങ്ങളിൽ പലർക്കും ഈ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഇനി ചെയ്യാൻ പോകുന്ന ഒരു സെഷൻ എന്ന് പറയുന്നത് ദ ഐഡ ഓഫ് മാർക്കറ്റിംഗ് ആണ്. അത് അതിന്റെ ഡേറ്റ് എന്നാണെന്ന് ഹമീഷ നിങ്ങളോട് പറയും. അപ്പോ ആ സെഷനിൽ പറ്റുന്ന ആൾക്കാർ ജോയിൻ ചെയ്യുക. അതൊരു ഫ്രീ സെഷൻ ആണ്. അതേപോലെ നമ്മളുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഫോർ ബിസിനസ് സക്സസ്, അതും ഒരു ഫ്രീ സെഷൻ ആണ്. അതിലും ഹമീഷ പറയും ഡേറ്റ് എന്നാണെന്ന്. അപ്പോ ഇതുപോലെ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക. വേറൊരു കാര്യം, എനിക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരു ഗ്രോത്ത് സർക്കിൾ ഉണ്ട്. അത് പേഴ്സണൽ ഡെവലപ്മെന്റും ബിസിനസ് ഗ്രോത്തിനും ഒക്കെ വേണ്ടിയിട്ട് മാത്രമുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് സർക്കിൾ ആണ്. അതേപോലെ ഒരു ഗ്രോത്ത് സർക്കിൾ ഞാനിപ്പോൾ നമുക്ക് വേണ്ടിയിട്ടും നാട്ടില് ഇന്ത്യയിൽ വേണ്ടിയിട്ടും ഇപ്പോൾ ഞാൻ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ വീക്ക്ലി ഒരു സെഷൻ, അതായത് 52 ലൈവ് സെഷൻസ് ഉണ്ടാകും. മെമ്പർഷിപ്പ് ഫോർ ആൻ ഇയർ ആണ്. 6 എക്സ്ട്രാ ഗ്രൂപ്പ് സെഷൻസ്, അതായത് പേഴ്സണൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള 6 എക്സ്ട്രാ സെഷൻസ് ഉണ്ടാകും. അതേപോലെ തന്നെ 6 എക്സ്ട്രാ 1-on-1 സെഷൻസും ഉണ്ടാകും. ഇത് എക്സ്ക്ലൂസീവ് ഫോർ ബിസിനസ് ഓണേഴ്സ് ആണ്. നിങ്ങളുടെ ബിസിനസ് നന്നാക്കാനും നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിനും വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു ഗ്രോത്ത് സർക്കിൾ ആണ്. അതേപോലെ തന്നെ എനിത്തിങ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ബിസിനസ് ആൻഡ് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതും നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ആയിരിക്കും. വിച്ച് മീൻസ് ഞാനൊരു ഓൾ പെയ്ഡ് റിട്രീറ്റ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ബൈ ദി എൻഡ് ഓഫ് ദി ഇയർ. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് എല്ലാം ഈ ഗ്രോത്ത് സർക്കിളിൽ ഉണ്ടാവും. അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് ഫോർ വിമൻ ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് വിൽ പവർ. വിമൻ ഇൻ ലീഡർഷിപ്പ് പവർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വിമൻ കമ്മ്യൂണിറ്റി ആണ്. ഇത് രണ്ടിന്റെയും ഡീറ്റെയിൽസ് ഹമീഷയുടെ കയ്യിലുണ്ടാകും. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബിക്കോസ് ഞാനിത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്. ഇവിടെ ഇൻ ഓസ്ട്രേലിയ ഞാൻ ഇയർലി ചാർജ് ചെയ്യുന്നത് ഫോർ മെമ്പർഷിപ്പ്, ഞാൻ ചാർജ് ചെയ്യുന്നത് $10,000 ആണ്. വിച്ച് ഈസ് അറൌണ്ട് നമ്മുടെ നാട്ടിലെ ഒരു 7 lakhs-നടുത്ത്. ഇന്ത്യയില് ഞാൻ അതിന്റെ ഞാൻ ഓസ്ട്രേലിയയിലാണ് റംല. ഐ തോട്ട് യു ന്യൂ. ഞാൻ അതും ഞാൻ സംസാരിക്കാം. ബട്ട് ഇന്ത്യയില് ഞാൻ ഈ മെമ്പർഷിപ്പിന്റെ 4/1 പോലും ഇപ്പോ ഫൗണ്ടിങ്, അതായത് ഫ്ലാഗ്ഷിപ്പ് ഓഫർ ആയതുകൊണ്ട് അത് ചാർജ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് ആക്ച്വലി എ റിയലി റിയലി ഗുഡ് ഓപ്പർച്യൂണിറ്റി. ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളുടെ അപ്കമിങ് സെഷൻസിൽ ഡെഫിനറ്റ്ലി ഫീൽ ഫ്രീ ടു ജോയിൻ. ഞാൻ ഓസ്ട്രേലിയയിലാണ്. ഞാൻ ഇങ്ങ് മൂവ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ന്യൂസിലൻഡിലേക്ക് മൂവ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10-16 വർഷമായി. ആൻഡ് ദെൻ ഐ മൂവ് ടു ഓസ്ട്രേലിയ. ഞാന് കുറെ രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയ ന്യൂസിലൻഡ് മാത്രമല്ല, ഞാൻ കാനഡയിലും ഡെൻമാർക്കിലും
ഇന്ത്യയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എനിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻസ് ആണ് ഇൻ മാനേജ്മെന്റ്, ഫൈനാൻസ് ആൻഡ് സൈക്കോളജി. അതിൻ്റെ കൂടെ ഞാൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ന്യൂറോ സയൻസ് കോച്ചിന്റെ സർട്ടിഫിക്കേഷനും ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വെയർ ഐ മൂവ്ഡ് ഇൻ ടു ഹാർവാർഡ്. ഞാൻ ബ്രിസ്ബനിലാണ്, ക്യാൻബറയിലല്ല, ഞാൻ ബ്രിസ്ബനാണ്. സോ ദാറ്റ് ഈസ് മീ. ഞാനൊരു കഴിഞ്ഞ 10-22 വർഷമായിട്ട് ഇതേ കാര്യം തന്നെ ഞാനൊരു കൺസൾട്ടിങ്, ഫ്രീലാൻസ് കൺസൾട്ടിങ് ഒക്കെ ചെയ്തിരുന്ന ആളാണ്. ആൻഡ് ജസ്റ്റ് 2 years ago, ആക്ച്വലി ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഐ പുട്ട് എ സ്ട്രക്ചർ അറൌണ്ട് ഇറ്റ് ആൻഡ് കോൾഡ് ഇറ്റ് ആസ് എ ബിസിനസ്. മൈൻഡ് ട്യൂട്ടേഴ്സ് 2007 ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബിസിനസ്സാണ്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. ആൻഡ് വൺസ് ഐ മൂവ്ഡ് ടു ന്യൂസിലൻഡ്, എനിക്ക് ബൈ 2015 എനിക്കത് ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് അത് 2 സ്ഥലത്തിരുന്നത് നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരുന്നു. ആ ടൈമിൽ ഈ പറഞ്ഞ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലായിരുന്നു. I did have other trainers, and one of them has actually joined back me. I don't know whether he is in this session today. പക്ഷേ ദാറ്റ് ഈസ് അബൌട്ട് മീ. അപ്പം ഞാൻ അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. സോ ഐ വർക്ക് വിത്ത് എ ലോട്ട് ഓഫ് ബിസിനസ് ഓണേഴ്സ്. എൻ്റെ ഇൻഫാക്ട് കോക്കക്കോള, വോൾവോ, ഇതൊക്കെ എൻ്റെ കസ്റ്റമേഴ്സ് ആണ്, എൻ്റെ ക്ലയൻസ് ആണ്. ഞാൻ ഒരുപാട് ബിസിനസ്സുകളുടെ കൂടെയും ഇൻഡിവിജ്വൽസിന്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ സെഷൻസ് എല്ലാം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഷൻസ് ആണ്. ഓക്കെ, ഐ ഹവ് ടേക്കൺ അനദർ ഹാഫ് ആൻ അവർ ഫ്രം യു ഗൈസ്. ഐ എം വെരി സോറി. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? Okay, so, I can only see S. I don't see who you are. You are attending class from Australia. അതാരാ അത്? ഓക്കെ, എനിവേസ്. അപ്പോ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഹമീഷയ്ക്ക് മെസ്സേജ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളുടെ ഗ്രോത്ത് സർക്കിളിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതും ഹമീഷയ്ക്ക് മെസ്സേജ് ചെയ്യാം. അതർവൈസ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. Thank you all. Thank you, ma'am. താങ്ക് യു ഹമീഷ. താങ്ക് യു Thank you, എവരിവൺ. ma'am. Super section. താങ്ക് യു. Thank you, ma'am. താങ്ക് യു. ബൈ.